Blessed be the name of the Lord. എന്റെ ശബ്ദം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. Amen. Hallelujah. IPC ഡബ്ലിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ മിസ്സസ് സനു മാത്യു, കുടുംബം, കുഞ്ഞുങ്ങൾ, വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ ബ്രദർ, ഈ ദൈവസഭയിലായിരിക്കുന്ന എല്ലാവർക്കും, എസ്പെഷ്യലി ഞാൻ ഈ മീറ്റിങ്ങിന് കടന്നു വരാൻ മുഖാന്തരമായ എൻ്റെ കസിൻ സാജൻ കുടുംബം, ജിൻസി കുടുംബം, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പ്രാരംഭത്തില് ഞാൻ നിങ്ങൾക്ക് ഹാപ്പി ന്യൂ ഇയർ പറയുന്നു. ഞങ്ങള് ഒരു 4-5 മണിക്കൂറിന് മുമ്പേ ന്യൂ ഇയറിലോട്ട് കയറി. നിങ്ങളിപ്പോൾ 10-15 മിനിറ്റ് ആയതേ ഉള്ളൂ കയറിയിട്ട്. ഹല്ലേലൂയ. ദൈവം ഒരുക്കുന്ന എല്ലാ വിശ്വസ്തതകൾക്കും ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നല്ല തിരക്കായിരുന്നു. 7 days നമ്മുടെ ചേർച്ചിന്റെ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ടൈറ്റായിട്ട് മീറ്റിങ്ങിന്റെ സ്കെഡ്യൂൾസ് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഉറങ്ങിയത് ഒരു 3 മണിക്കൂറാണ്. ഇന്നത്തെ രാത്രിയിൽ ഞാൻ ഉറങ്ങിയത് ഏകദേശം ഒരു 2 മണിക്കൂറിന് അടുപ്പിച്ചേ ഞാൻ ഉറങ്ങിയുള്ളൂ. ഞാൻ സാജനോട് പറഞ്ഞു, സാജ എന്നെ ഒരു 4:30 തൊട്ടേ വിളിച്ചോണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിനു മുമ്പേ 4 മണി തൊട്ട് ഒരു 5 അലാറം വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണില്. ഏതെങ്കിലും ഒന്ന് മിസ്സായാലും ബാക്കി 4 കൂടെ അടിക്കുന്നത് കേൾക്കാമല്ലോ എന്ന്. പക്ഷെ അതിനു മുമ്പേ അലാറമൊക്കെ അടിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണർന്നു. ദൈവത്തിന്റെ വിശ്വസ്തതകൾക്ക് നന്ദി പറയുന്നു. നല്ല ടയേർഡായിട്ടാണ് നിങ്ങളുടെ മുൻപിലായിരിക്കുന്നതെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ ഒരു പകലിൽ, ഈ രാത്രിയിൽ ഒരു പ്രൊഫറ്റിക്കൽ സന്ദേശമാണ് നിങ്ങളോട് ഞാൻ കൈമാറുന്നത്. ഒരു പ്രവചന ശബ്ദമാണ് നിങ്ങളോട് ഞാൻ കൈമാറുന്നത്. കഴിഞ്ഞ 2 സെഷനിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അതെന്റെ ജീവിതത്തിലും വലിയ അനുഗ്രഹമായിരുന്നു. എന്നാൽ അതിനു മുൻപായി, ആ പ്രവചന ശബ്ദം പറയുന്നതിന് മുൻപായി കർത്താവിന്റെ ദാസൻ മുഖവരയായി ഉറപ്പിച്ച ചില വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ സ്പർശിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഏകദേശം ഒരാഴ്ചയായി പരിശുദ്ധാത്മാവ് എന്നെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്തോ വല്ലാതെ എൻ്റെ മനസ്സിൽ ഡെസ്പറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ചില ഭാഗങ്ങളായിരുന്നു. നോക്കണേ, 2020 എന്ന് പറയുന്ന ഒരു വല്ലാത്ത വർഷം നമ്മളെ വിട്ട് കടന്നുപോയി. ഒരു വല്ലാത്തൊരു വർഷം, പ്രതികൂലം നിറഞ്ഞ ഒരു വല്ലാത്തൊരു വർഷം നമ്മളെ വിട്ട് കടന്നുപോയി. നമ്മളിപ്പോ 2021 കയറി. എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച 2 വാക്കുകളുണ്ട്. എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ച 2 വാക്കുകൾ. അത് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നെ കർത്താവ് ഏൽപ്പിച്ച ഒരു പ്രവചന ശബ്ദത്തിലോട്ട് ഓടി വരുവാണേ. സനു പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വമായി പാപം ചെയ്താൽ. ആ പദം നിങ്ങളൊന്ന് അടിവരയിട്ട് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എൻ്റെ ചെറുപ്രായത്തിൽ, ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു വാക്യമായിരുന്നു. എൻ്റെ ഏറ്റവും ചെറുപ്പത്തിലെ ഞാൻ പഠിച്ച വാക്യങ്ങളിൽ ഒന്നായിരുന്നു എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വമായി നാം പാപം ചെയ്താൽ. എപ്പോഴും ഓർത്തോണേ, ഈ ഒരു സീസൺ നമ്മളെ കാണിക്കുന്നത് കർത്താവിന്റെ വരവ് ഒത്തിരി അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രതികൂലങ്ങളും ഈ പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ എപ്പോഴും ഓർത്തോണം, കർത്താവിന്റെ വരവ് ഒത്തിരി നിയറായെന്ന്. നിങ്ങൾ ആരെങ്കിലും കൊറോണ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, if anyone is praying, കൊറോണ മാറണം കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, അതിനകത്ത് ഒരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾ കർത്താവിന്റെ വരവ് ഇച്ചിരി കൂടെ ഡിലേ ആക്കുന്ന വ്യക്തിയാണ്. ഹലോ നിങ്ങളുടെ കർത്താവിന്റെ വരവ് ഇച്ചിരി കൂടെ ഡിലേ ആക്കുന്ന വ്യക്തിയാണ്. കൊറോണയുടെ 2nd വേവ് വന്നെന്ന് പറഞ്ഞാലും 3rd വേവ് വന്നെന്ന് പറഞ്ഞാലും അടുത്ത മഹാമാരിയും മഹാവ്യാധിയും വന്നെന്ന് പറഞ്ഞാലും ഇത് കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ്. കർത്താവേ, ഐ എം റെഡി ഫോർ യുവർ കമ്മിങ് എന്ന് പറയുന്ന ഒരു ദൈവവൈദ്യര് പറയും. ഏത് പ്രതികൂലം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും ഞാനിപ്പോ റെഡിയാണെന്ന് പറയും. അതിന്റെ അർത്ഥം സനു പാസ്റ്റർ ഞാൻ ഇങ്ങനെ പറയും, വി ആർ നോട്ട് യെറ്റ് റെഡി ഫോർ എറ്റേണൽ. നമ്മൾ ഇപ്പോഴും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ടില്ല. ജാക്സൺ ബ്രദർ, നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇച്ചിരി നാളൂടെ നാട്ടിൽ നിൽക്കണം, ഇച്ചിരി നാളൂടെ ലോകത്ത് നിൽക്കണം, ഇച്ചിരി നാളൂടെ ഇവിടെ നിൽക്കണം എന്ന് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? നമ്മളെല്ലാരും സാക്ഷ്യം പറയാൻ എഴുന്നേക്കുമ്പോൾ പറയും, കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതിയുഗം വിരിയും, എന്റെ കർത്താവിന്റെ കൂടെ പോകണമെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരു ചെറിയ നുണലോ മുഴയോ വന്നു കഴിഞ്ഞാൽ കൺസൾട്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഡോക്ടറിന്റെ അടുക്ക് നമ്മൾ പോകും. കാര്യം എന്നാ? ഇവിടെ ഇച്ചിരി നാളിലൂടെ ജീവിക്കണം. കാര്യം അങ്ങോട്ട് പോകാനുള്ളൊരു എറ്റേണിറ്റിയിലോട്ട് കയറാനുള്ളൊരു റെഡി ഇതുവരെ ആയിട്ടില്ല. പ്രവാസകാലം
വളരെ ഭയത്തോടെ കഴിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് കഴിഞ്ഞൊരു പ്രവചന ശബ്ദം ഞാൻ നിങ്ങളോട് സംസാരിച്ചോളാം കേട്ടോ. ആരും ഭയപ്പെട്ട് പേടിച്ചു വല്ലാണ്ട് നോക്കണ്ട കേട്ടോ. ശ്രദ്ധിക്കണേ. അതുകൊണ്ട് ഈ സീസണിൽ വളരെയധികം ദൈവസഭ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദൈവസഭയിൽ, ദൈവജനത്തിൽ ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ ചർച്ചിൽ കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു പ്രവചന ശബ്ദം എൻ്റെ സഭയ്ക്ക് കൈമാറി. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ ജനുവരി 1-ാം തീയതി ഞങ്ങൾക്ക് ഒരു ബ്ലെസ്സിംഗ് പ്രയർ കൂടെ ഉണ്ട്. ആ രാത്രിയിൽ ഞാൻ ദൈവസഭയോട് സംസാരിക്കാൻ പോകുന്ന ചില ഭാഗങ്ങളാണ് നിങ്ങളോട് ഇന്ന് പകലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, വളരെ ഭയത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ അടുത്ത് വന്നേ മതിയാകത്തുള്ളൂ. കർത്താവിനോട് ചോദിക്കേണ്ട ഒരു സമയമാണ്. കർത്താവേ, റിയലി ഞാൻ റെഡിയാണോ നിന്റെ സന്നിധിയിൽ വരാനെന്ന് ചോദിക്കേണ്ട ഒരു, ഒത്തിരി ആരാധിക്കുന്നുണ്ട്, ഒത്തിരി പാട്ട് പാടുന്നുണ്ട്, ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. പക്ഷേ കർത്താവേ, നിന്റെ അടുത്തോട്ട് വരാൻ വേണ്ടി ഞാൻ റെഡിയാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. 2 പദങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് വല്ലാണ്ട് പേടിപ്പെടുത്തുന്ന 2 പദങ്ങളുണ്ട്. സനുപാസ്റ്റർ, അതിൽ ഒരു പദം യേശു കർത്താവ് പറഞ്ഞതാ, എന്റെ വരവ് നോഹയുടെ കാലം പോലെയായിരിക്കും. എന്റെ വരവ് നോഹയുടെ കാലം പോലെയായിരിക്കും. നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടത് ആകെ 8 പേരായിരുന്നു. ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ? ആകെ 8 പേരായിരുന്നു. 8 പേര്. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഈ കോടിക്കണക്കിന് വരുന്ന, ലക്ഷക്കണക്കിന് വരുന്ന ജനം, കൊച്ചു കുഞ്ഞുങ്ങളടക്കം, വൃദ്ധന്മാരടക്കം, വല്ലാതെ വരുന്ന, ഒന്നും അറിയാതെ കിടക്കുന്ന ഈ ജനം, ഈ വെള്ളം കുടിച്ച് വയറ് വീർത്ത് ശ്വാസകോശമൊക്കെ വീർത്ത് പൊട്ടിച്ചാവുമ്പം അങ്ങേക്ക് ഒരു ദയവില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോ കർത്താവ് പറഞ്ഞു, ഇല്ല മോനെ, എനിക്കൊരു ദയയില്ലായിരുന്നു. എന്റെ പെട്ടകത്തിനകത്ത് കയറി പ്രമാണത്തിനകത്ത് നിൽക്കുന്ന 8 എണ്ണത്തെ മാത്രമേ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ എന്ന കർത്താവ് എന്നോട് പറഞ്ഞു. ഹലോ, എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഓർത്തോണേ, ഈ പ്രവാസകാലം വളരെ ഭയത്തോട് കഴിക്കേണ്ട സീസണാണ്. സനിപാസ്റ്ററെ, അന്ന് 8 പേരെ രക്ഷപ്പെട്ടുള്ളെങ്കിൽ, അന്ന് വെറും 8 പേരെ രക്ഷപ്പെട്ടുള്ളെങ്കിൽ, കർത്താവ് പറയുക, എന്റെ വരവ് നോഹയുടെ കാലം പോലെ ആയിരിക്കും. ആരൊക്കെ മേപ്പോട്ട് പൊങ്ങുമെന്ന് കണ്ടറിയണം. ഹലോ, ഫ്ലക്സി ഇരിക്കുന്നവരും എന്റെ ഫെബിൻ ബ്രദറെ, സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പോയില്ലേ, നാട്ടുകാർ നമ്മളെ കല്ലെറിയും. അതുകൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങിക്കോണം. ദൈവസഭ പ്രാർത്ഥിച്ചൊരുങ്ങിക്കോണം. മനഃപൂർവ്വമായുള്ള സകലത്തിനെയും വിട്ടിട്ട് കർത്താവേ, ക്ലൻസ് മീ, ഒന്നുടനെ ഒന്ന് കഴുകണമേ, ഒന്നുടനെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഈ 2021 കഴിഞ്ഞ 2020 അനുഭവങ്ങൾ വെച്ചോണ്ടല്ല, ഒരു പുതുക്കം പ്രാപിച്ചു മുന്നോട്ട് പോകാൻ സ്വർഗത്തിൽ ദൈവം എന്നെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത് തന്നെ പേടിപ്പിച്ചൊരു പദമുണ്ട് ജാക്സൺ ബ്രദറെ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുക. സ്തോത്രം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായമാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഇങ്ങനെ ഒരു പദം എഴുതി വെച്ചിരിക്കുന്നു. ഞാന് ആ വാക്കൊന്ന് വേഗത്തിലൊന്ന് ചിന്തിക്കുന്നു. ശ്രദ്ധിക്കണേ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ വല്ല വിധേനയും, ശ്രദ്ധിക്കണേ, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കേണ്ടതിന്, ഇങ്ങനെ വല്ല വിധേനയും, ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരു സ്വതന്ത്രം പറയണേ. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കേണ്ടതിന്. അടുത്ത പദം ലഭിച്ചു കഴിഞ്ഞോ എന്നല്ല, പ്രാപിച്ചോ എന്നല്ല, പിടിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച്. ആ വാക്കൊന്ന് യെസ്, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായോ എന്നോ അല്ല, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. യെസ്, താങ്ക് യു. അത് ക്ലോസ് ചെയ്തേരാ ബ്രദറെ. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണം. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്, ദൈവസഭയ്ക്ക് 13 ലേഖനങ്ങൾ കൈമാറിയ പൗലോസ്, ഏകദേശം ശക്തനായ പൗലോസ്, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്നാലെന്ന് ധൈര്യത്തോടെ പറഞ്ഞ പൗലോസ് പറയാ, ഇങ്ങനെ വല്ല വിധേനയും, ഹലോ, ഇങ്ങനെ വല്ല വിധേനയും എന്റെ സനിപാസ്റ്ററെ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാലെന്ന് പറഞ്ഞ പൗലോസിന് ഇത് വല്ല വിധേനയായിരുന്നെങ്കിൽ ഹല്ലേലൂയ, ഈ സകല പരിപാടിയൊക്കെ കാണിച്ച് തെക്ക് വടക്ക് നടക്കുന്ന നമുക്ക്, ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. ചുമ്മാ കറങ്ങി നടക്കുന്ന നമുക്ക് ഇത് എത്രത്തോളം കഠിനമായിരിക്കും എന്ന് ഓർത്തോണം. ആരൊക്കെ മേപ്പോട്ട് പൊങ്ങുമെന്ന് കാഹളം ധ്വനിക്കുമ്പോൾ ആ
പുനരുദ്ധാനത്തിൽ പങ്കാളിയാകാൻ, ആ ആ കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടുന്നതിന് പങ്കാളിയാകാൻ നമ്മൾ റെഡി ആയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് 2021 കയറുന്നത് വളരെ നല്ലതായിരിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തി കർത്താവിന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമെന്ന് ഞാൻ ദൈവസഭയെ ഓർമ്മിപ്പിക്കുന്നു. ആമേൻ. എന്റെ ചർച്ചിലെ എന്നെ അസോസിയേറ്റ് ചെയ്യുന്ന പാസ്റ്റർ അലക്സ് മാത്യു ജോയിൻ ചെയ്തിട്ടുണ്ട്. ജാക്സൺ ബ്രദറിന്റെ കസിൻ ബ്രദറാണ് അദ്ദേഹം. ആമേൻ. അലക്സ് മാത്യു, താങ്ക് യു ഫോർ ജോയിനിങ്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അവിടെയും ഇപ്പൊ ഏകദേശം മിഡ് നൈറ്റ് കഴിഞ്ഞ സമയമാണ് കുവൈറ്റിൽ. താങ്ക് യു ഫോർ ജോയിനിങ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഈ പ്രഭാത സമയത്ത് നിങ്ങളോട് ഒരു പ്രവചന ശബ്ദത്തെ ഞാൻ കൈമാറുവാൻ താല്പര്യപ്പെടുന്നു. എന്റെ മുൻപിൽ അധിക സമയമില്ല, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ സെഷൻസ് അവസാനിപ്പിക്കണം. അതുകൊണ്ട് വേഗത്തിൽ സ്തോത്രം നിങ്ങളോട് ഒരു പ്രവചന ശബ്ദത്തെ ഞാൻ കൈമാറുവാൻ താല്പര്യപ്പെടുന്നു. ഈ 2020 സ്തോത്രം നഷ്ടപ്പെട്ട സകലതിനെയും തിരിച്ചു പിടിക്കുവാനുള്ള നിമിഷങ്ങളായി 2021 സീസൺ നിങ്ങൾ മാറ്റിയെടുക്കണം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. 2020 നിങ്ങളുടെ ആരാധനയിൽ നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ ധനത്തിൽ നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട മുഴുവനെയും തിരിച്ചു പിടിക്കുന്ന ഒരു വർഷമായി മാറണം 2021. സ്തോത്രം. ഞാൻ ഇങ്ങനെ ആത്മാവിൽ ഒരു ദൂത് കൈമാറുന്നു. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ തിരിച്ചു പിടിക്കുന്നവനായിരിക്കും. എങ്ങനെ തിരിച്ചു പിടിക്കും? അവൻ ശത്രുവിന്റെ കോട്ടയ്ക്കകത്ത് പോയി തിരിച്ചു പിടിക്കും. അവൻ ശത്രുവിന്റെ കോട്ടയ്ക്കകത്ത് പോയി നിന്റെ സ്വസ്ഥത തകർത്ത്, നിന്റെ നന്മയെ എടുത്തുകൊണ്ട് പോയ, നിന്റെ നന്മയെ അപഹരിച്ചു കൊണ്ടുപോയ ശത്രുപാളയത്തിനകത്തു കയറി, അവന്റെ കോട്ടയ്ക്കകത്ത് കയറി തിരിച്ചു പിടിക്കുന്ന ഒരു അഭിഷേകത്തോടുകൂടി ഈ 2021 നീ കയറണം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു തുടങ്ങിക്കോ. ദാവീദ് ഈ 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ ദാവീദ് സിക്ലാഗിൽ വന്നപ്പോ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആ ഭാഗങ്ങളൊന്നും നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ ഇടണ്ട, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി, പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം അതിനകത്ത് ഇങ്ങനെ കാണുന്ന ദാവീദ് സിക്ലാഗിൽ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. അമാലേക്യര് വന്നിട്ട് അവന്റെ ഭാര്യമാരെയും മക്കളെയും അവനുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ എടുത്തുകൊണ്ടുപോയി പട്ടണം മുഴുവൻ തീ വെച്ച് ചുട്ടുകളഞ്ഞു. പട്ടണം മുഴുവൻ തീ വെച്ച് ചുട്ടുകളഞ്ഞു. ദാവീദ് ഇത് കണ്ടിട്ട് വാവിട്ട് കരയാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയാൻ തുടങ്ങി. ദാവീദിന്റെ ഹൃദയമോ യഹോവയിൽ ധൈര്യപ്പെടാൻ തുടങ്ങി. ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഈ കൂടെ നിന്ന് ജയ് വിളിച്ച പുള്ളികൾ, ഇസ്രായേൽ ജനം മുഴുവൻ, സനുപാസ്റ്ററെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇസ്രായേൽ ജനം മുഴുവൻ ദാവീദിനോട് പറയുകയാണ്, ദാവീദിനെ കൊല്ലാൻ വേണ്ടി കല്ലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുക. ദാവീദിനെതിരെ, അഭിഷക്തനെതിരെ എറിയുവാൻ കല്ല് പൊങ്ങി നിൽക്കുമ്പോൾ ദാവീദോ യഹോവയിൽ ധൈര്യപ്പെട്ടു എന്ന വചനം എഴുതിയിരിക്കുന്നത്. ദാവീദോ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇന്ന് പകലിൽ സനുപാസ്റ്ററെ ധൈര്യപ്പെട്ടോണം, യഹോവയിൽ ധൈര്യപ്പെട്ടോണം. കല്ലെറിയാൻ ചുറ്റും ആളുകൾ നിൽക്കുമ്പോഴും യഹോവയിൽ ധൈര്യപ്പെട്ടോണം. എന്നോട് ആത്മാവ് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ഇന്നലെ ജൈവിളിച്ചവരും ഇന്നലെ കൂടെ നിന്നവരും, കല്ലെറിയാൻ ചുറ്റും നിന്ന് നോക്കി നിൽക്കുമ്പോഴേ ധൈര്യപ്പെട്ടോണം. യഹോവയിൽ ധൈര്യപ്പെട്ട ഈ ദൂത് സനിപാസ്റ്റർ വളരെ ശ്രദ്ധിച്ച് സനിപാസ്റ്റർ കേട്ടോണം. യഹോവയിൽ ധൈര്യപ്പെട്ട ദാവീദിനോട് യഹോവ പറയുന്നൊരു കാര്യമുണ്ട്. അവരെ പിന്തുടരുക. നിന്റെ പട്ടണത്തിനകത്ത് കയറി, നിന്റെ പാളയത്തിനകത്ത് കയറി, നിന്റെ നന്മകളെ പിടിച്ചുകൊണ്ടുപോയ, നിന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ടുപോയ, നിന്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോയ, പട്ടണം മുഴുവൻ ചുട്ടരിച്ചു കളഞ്ഞ അമാലേക്കിന്റെ ശക്തികളെ അവന്റെ പാളയത്തിനകത്ത് പിന്തുടർന്ന് പിടിക്കുവാൻ ദാവീദിന്റെ അകത്ത് ഒരു അഭിഷേകത്തിന്റെ ശക്തിയെ പരിശുദ്ധാത്മാവ് കൈമാറ്റം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ദൈവസഭയോട് ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറുന്നു. നിന്റെ വീട്ടിനകത്ത് നിന്ന്, നിന്റെ സഭയ്ക്കകത്ത് നിന്ന് ഏത് അമാലേക്കിന്റെ ശക്തി നിന്റെ വീട്ടിനകത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയോ അവന്റെ പാളയത്തിനകത്ത് കയറിയേ. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് യേശുവിന് ആരാധന കൊടുത്തു തുടങ്ങുക. അവന്റെ പാളയത്തിനകത്ത് കയറി നഷ്ടപ്പെട്ട ചിലതിനെ മടക്കിക്കൊണ്ടുവരുവാൻ, ഇല്ലാതായി പോയ ചിലതിനെ മടക്കിക്കൊണ്ടുവരുവാൻ ഒരു അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറ്റം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദാവീദോ സകലതും മടക്കിക്കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ധൈര്യത്തോടെ പറയണേ, 2021 നഷ്ടപ്പെട്ടത് മുഴുവൻ നമ്മൾ മടക്കി പിടിക്കും.
വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തി വരാമെന്ന് പറഞ്ഞേ. നഷ്ടപ്പെട്ടത് മുഴുവൻ നമ്മൾ മടക്കി പിടിക്കും. ജാക്സൺ ബ്രദറെ, നഷ്ടപ്പെട്ട നന്മകൾ മടക്കി പിടിക്കും. നഷ്ടപ്പെട്ട സ്വസ്ഥത നമ്മൾ മടക്കി പിടിക്കും. നഷ്ടപ്പെട്ട നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷം മടക്കി പിടിക്കും. സനുപാസ്റ്ററെ, നഷ്ടപ്പെട്ട നമ്മുടെ സഭയുടെ അന്തരീക്ഷം നമ്മൾ മടക്കി പിടിക്കും. നഷ്ടപ്പെട്ടതിനെ മുഴുവൻ നമ്മൾ മടക്കി പിടിക്കും. കാര്യം നിന്റെ പേരുള്ള അഭിഷേകത്തിന്റെ പ്രത്യേകത നീ പേടിച്ചോടുന്ന അഭിഷേകമല്ല, നീ ശത്രുവിനെ തുരത്തി ഓടിക്കുന്ന അഭിഷേകമാ നിന്റെ അകത്ത് കിടക്കുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാനുള്ള വഴി എന്നതാ? നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാനുള്ള വഴി എന്നതാ? നിശ്ചലമായി പോയതിനെ തിരിച്ചു പിടിക്കാനുള്ള വഴി എന്നതാ? ചലനമറ്റു പോയതിനെ തിരിച്ചു പിടിക്കാനുള്ള വഴി എന്നതാ? ഒറ്റ വഴിയേ ഉള്ളൂ. നിന്റെ വീട്ടിനകത്ത് ഒരു മാളിക മുറി വേണം. നിന്റെ വീട്ടിനകത്ത് ഒരു മാളിക മുറി വേണം. ഒരു അപ്പർ റൂം നീ പണിയണം. ഇന്ന് രാത്രിയിൽ ദൈവസഭയോട്, ദൈവജനത്തോട് ഞാനൊരു ദൂത് കൈമാറുകയാ. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ നിന്റെ ഹൃദയത്തിനകത്ത് ആരാഗ്രഹമുണ്ടോ? വേണ്ടത് നിന്റെ വീട്ടിൽ ലിവിംഗ് റൂം അല്ല, വേണ്ടത് നിന്റെ വീട്ടിൽ ബെഡ്റൂം അല്ല, വേണ്ടത് നിന്റെ റൂമിൽ കിച്ചൺ അല്ല. നിന്റെ വീട്ടിൽ വേണ്ടത്, നിന്റെ വീട്ടിൽ ഒരു മാളിക മുറി വേണം. നിന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥനാ മുറി വേണം. അക്ഷരീകമായ ഒരു മുറിയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ആത്മീയ അന്തരീക്ഷത്തിൽ നിങ്ങൾ അതിനെ എടുക്കുക. മുഴങ്കാലിൽ മടക്കി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് ഞാനൊരു ദൂത് കൈമാറുക. നീ തിരിച്ചു പിടിക്കുന്നവനായിരിക്കും. ആരാധിക്കുന്ന ദൈവജനമേ, പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുന്നവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓർത്തോളെ, നിങ്ങളുടെ ലൈഫിൽ ഒരു മാളിക മുറി വേണം. ഡു യു ഹാവ് ആൻ അപ്പർ റൂം? എന്റെ ചോദ്യം, 2020 നിങ്ങൾക്കൊരു മാളിക മുറി ഉണ്ടായിരുന്നോ? 2020 നിങ്ങൾക്കൊരു മാളിക മുറിയുടെ അനുഭവം, ഒരു പ്രാർത്ഥനാ മുറിയുടെ അനുഭവം? അയ്യോ, കിടക്കാൻ പോകുന്നതിന് മുമ്പ് 91 സങ്കീർത്തനം വായിച്ച് മാത്തനിത മലക്കാൻ പോകുന്നതെന്ന് പറയുന്ന പ്രാർത്ഥനയെ പറ്റിയല്ല ഞാൻ പറയണേ. വിട്ടുപിരിയാതിരിക്കുന്ന ഒരു ബന്ധം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് നിനക്ക് ഉണ്ടായിരുന്നോ എന്നാ എന്റെ ചോദ്യം. ഒരു മാളിക മുറിയുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ എന്നാ എന്റെ ചോദ്യം. അങ്ങനെ ഒരു അനുഭവം ഇല്ലായിരുന്നെങ്കിൽ ബെബിൻ ബ്രദറെ, ഇന്ന് രാത്രിയിൽ ഈ 2021 വേറെ എന്തിന്റെ പുറകെ പോകുന്നതിന് മുൻപേ ആദ്യം ചെയ്യേണ്ട കാര്യം ബിൽഡ് ആൻ അപ്പർ റൂം, ഒരു മാളിക മുറി നീ പണിതെടുക്കണം. വേറെ എന്ത് ചെയ്യുന്നതിന് മുൻപും ഇന്ന് പകലിൽ ഈ 2021 കിടന്നുറങ്ങുന്നതിന് മുമ്പേ, 2021 കിടന്നിറങ്ങുന്നതിന് മുൻപ് മുഴങ്കാല് മടക്കിയിട്ട് തമ്പുരാനോട് പറയണം, തമ്പുരാനെ, എനിക്കൊരു മാളിക മുറിയുടെ അനുഭവം വേണം. ഒരു മാളിക മുറി പണിതൊരു സ്ത്രീയുണ്ട്. അവളുടെ കാര്യം പറഞ്ഞ് നമ്മൾ വേഗത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ വാഗ്ദത്തം പ്രാപിച്ചതും നിശ്ചലമായി പോയ വാഗ്ദത്തത്തെ അവൾ തിരിച്ചു പിടിച്ച കാര്യം പറഞ്ഞ് നമ്മൾ വേഗത്തിൽ പ്രവർത്തിക്കാൻ പോകും. ഷോർട്ടായി നിങ്ങളോട് ഞാൻ ആ ദൂത് കൈമാറുകയാണ്. ശ്രദ്ധിക്കണേ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. നിങ്ങൾ ആ ഭാഗം ഒന്നും എടുക്കണ്ട, ഞാൻ ഓടി നിങ്ങൾക്ക് വേണ്ടി പറയാൻ നിങ്ങൾ എന്റെ കൂടെ ശ്രദ്ധിച്ചു വരണം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ശൂനേംകാരത്തിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ. എലീശ ശൂനേമിലേക്ക് പോയപ്പോൾ അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ പദങ്ങൾ നിങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കണം. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ. എലീശ ശൂനേമിലേക്ക് പോയപ്പോൾ അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണമെന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴേക്ക് ഈ ഭക്ഷണത്തിന് അവിടെ കയറും. ശ്രദ്ധിക്കണേ. പിന്നത്തേതിൽ ആ വഴി എലീശ പോകുമ്പോഴെല്ലാം ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ ഭർത്താവിനോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വഴിയായി വരുന്ന ഈ കൂടെ വരുന്ന ഈ ദൈവപുരുഷന് വിശുദ്ധനായ ഒരു പുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നാം ചുവരോടുകൂടി ഒരു മാളിക മുറി പണിയാമെന്ന് ഭർത്താവിനോട് പറയാം. ശ്രദ്ധിക്കണം, എന്റെ കൂടെ നിങ്ങൾ വരണം. ഈ ശൂനേംകാരത്തിയുടെ 3 ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ഇവള് ധനികയായ ഒരു സ്ത്രീയായിരുന്നു. സരിപാസ്വൻ നല്ല പണമുള്ള, നല്ല ധനമുള്ള ഒരു സ്ത്രീയായിരുന്നു ഈ ശൂനേംകാരത്തി. പക്ഷെ ഇവളുടെ അകത്തൊരു 3 ക്വാളിറ്റി ഉണ്ടായിരുന്നു. 3 ക്വാളിറ്റി. അത് ഞാൻ വേഗത്തിൽ ഒന്ന് പറയാൻ പോവാണ്. ഇവക്ക് എത്രത്തോളം ധനം ഉണ്ടായിരുന്നിട്ടും ഇതുവഴി പോകുന്ന ആ ദൈവ മനുഷ്യനെ കണ്ടപ്പം വീട്ടിൽ കയറ്റി ഒന്ന് ഭക്ഷണം കൊടുക്കണമെന്നുള്ള ഒരാർദ്രതയുള്ളവളായിരുന്നു ശൂന്യകാരത്തി. ആമേൻ. ധനം കൂടിയത് ഇവളുടെ ആർദ്രതയെ കുറച്ചു കളഞ്ഞില്ല. ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ? ആമേൻ. പണം ഒത്തിരിയായി, ആമേൻ, ധനം ഒത്തിരി ഉണ്ട്, പക്ഷെ ഇവളുടെ അകത്തെ ആർദ്രതയ്ക്ക് കുറവൊന്നുമില്ല. ഇവള് കൈൻഡ്നെസ് ഉള്ളവളായിരുന്നു. ചിലര് പണമൊക്കെ ആവുമ്പോഴത്തേക്കിന് ഇന്നലെ വന്ന വഴി മുഴുവൻ മറക്കും. ഇന്നലെ കണ്ട അച്ചാച്ചനെ അമ്മാമ്മയും പിന്നെ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യല്ല. ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങള്? ആമേൻ. സ്വോത്രം. പണ്ട് കാളവണ്ടിയെ പൊക്കോണ്ടിരുന്നപ്പോ അന്നത്തെ കമ്പനി മുഴുവൻ കാളവണ്ടി ഉള്ളവരുമായിട്ടായിരുന്നു. ഇപ്പം ടൊയോട്ട ഇന്നോവയിൽ വരുമ്പോ പിന്നെ ആ റേഞ്ചിലുള്ളവരുമായിട്ടേ പിന്നെ ബന്ധപ്പെടുത്തുള്ളൂ. അത് മനുഷ്യന്റെ കുഴപ്പമാണ്. ഇന്ന് പകലത് മാറണം. അങ്ങനെയുള്ള കെട്ടുകൾ ഉണ്ടെങ്കിൽ അത് പൊട്ടണം. ആർദ്രത കാണുന്നവരായിരിക്കണം, ആർദ്രത കാണിക്കുന്നവരായിരിക്കണം നമ്മള്. ധനം കൂടും തോറും നീ ഹമ്പിളായി തുടങ്ങണം. അമ്മ പറയാവോ?
ഒരു പടക് നിറച്ച്, ശൂന്യമായി കിടന്ന ഒരു പടക് നിറച്ച് മീൻ കയറി വന്നപ്പോ പത്രോസ് പറയും, ഞാൻ ഭാവിയായ ഒരു മനുഷ്യനാണ്. അവൻ കോളറും ഒക്കെ ഇല്ല നിന്ന പത്രോസ് പറയും, ഞാൻ ഭാവിയായ ഒരു മനുഷ്യനാ. ധനം കൂടുന്തോറും നീ നിന്നെ തന്നെ ഹംബിൾ ചെയ്യിക്കണം. ആർദ്രതയുള്ള ഒരു നേച്ചറുള്ള ഒരു വ്യക്തിയായിരുന്നു ശൂന്യകാരത്തി. രണ്ടാമത്തെ കാര്യം, ഹോസ്പിറ്റാലിറ്റി ഉണ്ടായിരുന്നു. ആമേൻ. ഈ ശൂന്യകാരത്തിക്ക് ശ്രദ്ധിച്ചു വരണേ, ഹോസ്പിറ്റാലിറ്റി ഉണ്ടായിരുന്നു. എന്തേ? ആതിഥ്യ മര്യാദ ഉണ്ടായിരുന്നു. ഈ വഴി പോകുന്ന ഒരു ദൈവപുരുഷനെ കണ്ടപ്പം വീട്ടിലോട്ട് ക്ഷണിച്ച് ആമേൻ ഭക്ഷണം കൊടുക്കാനുള്ളൊരു ആതിഥ്യ മര്യാദ ഉള്ള സ്ത്രീയായിരുന്നു ആമേൻ ഈ ശൂന്യകാരത്തി എന്ന് പറയുന്ന വ്യക്തി. വല്ലപ്പോഴും പാസ്റ്ററിനെയും ദേവദാസന്മാരെയൊക്കെ വിളിച്ചൊരു ഫുഡൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ആമേൻ. കൊറോണയാണെന്നും പറഞ്ഞ് പുള്ളി വിളിക്കാവുന്ന ഇരിക്കരുത് സനുപാസ്റ്ററിനെ. ആമേൻ. വിളിച്ചൊരു ഫുഡൊക്കെ കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായി മാറും. ശ്രദ്ധിക്കണേ, ഹോസ്പിറ്റാലിറ്റി ഉള്ളവളായിരുന്നു ഈ ശൂന്യകാരത്തി. മൂന്നാമത്തെ കാര്യം, ഷി വാസ് സോ സബ്മിസീവ് ടു ഹസ്ബൻഡ്. ആമേൻ. ഹസ്ബൻഡിന് അവള് സബ്മിസീവ് ആയിരുന്നു. എന്നതാ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സനുപാസ്റ്ററെ ആ പദം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇവൾ അച്ചാച്ചനോട് പോയി പറയുകയാണെ, നാം ഒരു ചുവരോട് കൂടിയ മാളിക മുറി പണിയാം. ഒറ്റയ്ക്ക് പോയി പണിയുമല്ലായിരുന്നു ശൂന്യകാരത്തി, അച്ചാച്ചനോട് പറഞ്ഞിട്ട് അച്ചാച്ചനോട് ഒത്തു പണിയുമായിരുന്നു മാളിക മുറി. എന്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? ആമേൻ. ഇപ്പോഴത്തെ ശൂന്യകാരത്തിമാരാണെങ്കിൽ പിന്നെ പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ പ്രവാചകന് ശൂന്യകാരത്തിയും കൂടെ ആവും പണി മുഴുവൻ. ആമേൻ. അതുകൊണ്ട് ആമേൻ സ്വത്രം. ഇപ്പോഴത്തെ ശൂന്യകാരത്തിമാരെല്ലാം അങ്ങനെ. ആമേൻ. അവളങ്ങനെ ചെയ്തെന്നറിയാം. അച്ചാച്ചനോട് പോയി പറയാ, ലെറ്റ് us make an upper room, നമുക്കൊരു മാളിക മുറി പണിയാം. ഹലോ, കുടുംബത്തിൽ പ്രാർത്ഥനാ മുറി പണിയേണ്ടത് ഒരുമിച്ച. അമ്മ പറയാമോ? അച്ചാച്ചനൊരു പ്രാർത്ഥനാ മുറി, അമ്മാമ്മയ്ക്കൊരു പ്രാർത്ഥനാ മുറി, അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരുമിച്ചൊരു മാളിക മുറി നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ശൂന്യകാരത്തി പറയാ, നാം ലെറ്റ് us make an upper room, നമുക്കൊരു മാളിക മുറി പണിതെടുക്കാം. എന്തിനാ? ഈ വഴി പോകുന്ന ദൈവപുരുഷനെ നമ്മുടെ വീട്ടിൽ കയറ്റി പാർപ്പിക്കണം. അയ്യോ സനുപാസ്റ്ററെ, ഇവൾക്കൊരു കാര്യം തിരിച്ചറിഞ്ഞു. ജാക്സൺ ബ്രദറെ, ഇവളൊരു കാര്യം തിരിച്ചറിഞ്ഞു. എന്റെ വീട്ടിൽ ഒത്തിരി മുറിയുണ്ട്, പക്ഷെ എനിക്കില്ലാത്തൊരു മുറിയുണ്ട്, അത് മാളിക മുറിയാ. ഹല്ലേലൂയ. എന്റെ വീട്ടിൽ ലിവിംഗ് റൂം ഉണ്ട്, എന്റെ വീട്ടിൽ കിച്ചൺ ഉണ്ട്, എന്റെ വീട്ടിൽ 4-5 ബെഡ്റൂം ഉണ്ട്, തേരാപ്പാര നടക്കാൻ ഒത്തിരി മുറിയുണ്ട്, പക്ഷെ എന്റെ വീട്ടിൽ ഒരു മാളിക മുറിയില്ല. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ 2021 അവർക്കുള്ള ദൂതി ഞാൻ കൈമാറുക. നീ ആദ്യം പണിയേണ്ടത് മാളിക മുറിയ. നിനക്ക് എന്തുണ്ടെങ്കിലും ഓടി അടുത്തു വരാൻ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഒരു മാളിക മുറിയില്ലെങ്കിൽ ഓർത്തോണം, നിന്റെ ക്രിസ്തീയ ജീവിതം പരാജയത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. പ്രാർത്ഥനാ മുറിയുടെ അന്തരീക്ഷം നിന്റെ വീട്ടിനകത്ത് വേണം. ഹല്ലേലൂയ. ഇവളൊരു കാര്യം തീരുമാനിച്ചു, എന്റെ വീട്ടിൽ ഒത്തിരി മുറിയുണ്ട്, പക്ഷെ ഇതുവരെ ഞാനൊരു മാളിക മുറി പണിതിട്ടില്ല. ഒരു മാളിക മുറി പണിയാൻ തീരുമാനിച്ചിട്ട് കാര്യം എന്താണെന്നറിയാമോ? ഇവക്കൊരു കാര്യം മനസ്സിലായി. അവൻ ഇതുവഴി കടന്നു പോകുന്ന ദൈവ മനുഷ്യന്റെ പ്രത്യേകത, അവൻ സാന്നിധ്യത്തെ ക്യാരി ചെയ്യുന്നവനാണ്. അവൻ ദൈവത്തിന്റെ അഭിഷേകത്തെയും ദൈവത്തിന്റെ ഗ്ലോറിയെയും ദൈവത്തിന്റെ സാന്നിധ്യത്തെയും അവൻ ക്യാരി ചെയ്യുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ജാക്സൺ ബ്രദറെ, അവൾ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു. ഈ മനുഷ്യൻ ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് സാന്നിധ്യം കൊണ്ട് പോയാൽ പറ്റത്തില്ല. ഈ സാന്നിധ്യം എന്റെ വീട്ടിൽ കയറി പാർക്കണം. ഹലോ, ഈ സാന്നിധ്യം എന്റെ വീട്ടിൽ കയറി പാർക്കണം. ഇവള് തീരുമാനിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ സാന്നിധ്യം ഇങ്ങനെ പാസ് ബൈ ആയാൽ പറ്റത്തില്ല. ഈ സാന്നിധ്യം എന്റെ വീട്ടിൽ പാർക്കണം. അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? കർത്താവേ, നിന്റെ സാന്നിധ്യം എന്റെ വീട്ടിൽ പാർക്കണം, നിന്റെ സാന്നിധ്യം എന്റെ വീട്ടിൽ പാർക്കണം, നിന്റെ മഹത്വം എന്റെ വീട്ടിൽ പാർക്കണം. ഞായറാഴ്ച ജാക്സൺ ബ്രദർ പാട്ട് പാടുമ്പോൾ അനുഭവിക്കുന്ന ഒരു സാന്നിധ്യത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അനുഭവിക്കുന്ന ഒരു സാന്നിധ്യത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ത്രൂ ഔട്ട് എല്ലാ വർഷത്തിലും, എല്ലാ ദിവസത്തിലും, എല്ലാ മണിക്കൂറുകളിലും, എല്ലാ മിനിറ്റുകളിലും, എല്ലാ സെക്കൻഡുകളിലും തിരിച്ചറിയുവാൻ കഴിയുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ചലനം നിന്റെ വീട്ടിനകത്ത് തങ്ങി നിൽക്കണമെന്ന് ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ കൈമാറുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തിയോ കരമടിച്ചോ യേശുവിനെ ആരാധന കൊടുക്കണം. ഇന്ന് പകലിൽ തീരുമാനമെടുക്കുക. കർത്താവേ, തളം കെട്ടി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം എന്റെ വീട്ടിനകത്ത് നിറഞ്ഞു നിൽക്കണം. തളം കെട്ടി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം എന്റെ വീട്ടിനകത്ത് നിറഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ. 2020 എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും? 2020 എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും? നമ്മുടെ പിള്ളേർ അതുവഴി ഓടി നടക്കുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിനകത്ത് സദാസമയം വസിച്ചു എന്ന് പറയാൻ ധൈര്യത്തോടെ പറയാൻ എത്ര പേർക്ക് കഴിയും?
ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനൊന്നും പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഓർത്തോളെ, 2020 നിങ്ങളുടെ മാളിക മുറിയുടെ അനുഭവം പ്രശ്നമായിരുന്നു. ഇന്ന് ബിൽഡ് ചെയ്യണം, ഇന്ന് പണിതെടുക്കണം. ഇവളൊരു കാര്യം തീരുമാനിച്ചു, ഈ ദൈവ സാന്നിധ്യം ഇങ്ങനെ രാവിലെ വൈകിട്ടും പോയാൽ ഒക്കത്തില്ല, ഇതെന്റെ വീട്ടിൽ കയറി പാർക്കണം. തീരുമാനം എടുക്കാവോ? നിന്റെ വീട്ടിനകത്ത്, നിന്റെ തലമുറയുടെ മേൽ ഈ ദൈവ സാന്നിധ്യം പാർക്കണം. നിന്റെ മേൽ ഈ ദൈവ സാന്നിധ്യം വസിക്കണം. നിന്റെ കുടുംബത്തിൽ ഈ ദൈവ ഷാമാന ഹർത്തനാദി അടജന ഹംദുനി ഘടകജന ഹർത്തന ഘടകതനിയ യേശുവിന്റെ നാമത്തിൽ IPC ഡബ്ലിന്റെ മേൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം വന്ന് ആവസിക്കട്ടെ. ഈ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ആവസിക്കുന്ന ഒരു വർഷമായി 2021 തീരട്ടെ. ശ്രദ്ധിക്കണേ. ആമേൻ. ഇവള് തീരുമാനിച്ചു ഈ സാന്നിധ്യത്തെ എന്റെ വീട്ടിൽ പാർപ്പിക്കണം. അതിന് ഇവള് ചെയ്തൊരു കാര്യം എന്താണെന്നറിയുമോ? ഇവൾ അച്ഛനോട് പറയാം, നമുക്ക് ചുവരോട് കൂടിയ ഒരു മാളിക മുറി പണിയും. 4 കാര്യങ്ങൾ ഇവളുടെ മാളിക മുറിയിലുണ്ട്. ഒന്ന്, ചുവരോട് കൂടിയ മാളിക മുറി പണിയാന്ന് തീരുമാനിച്ചു. ചുവരുള്ള മാളിക മുറി, 4 സൈഡും കെട്ടിയടക്കപ്പെട്ട ചുവരുള്ള മാളിക മുറി. അതിന്റെ അർത്ഥം ജാക്സൺ ബ്രദറെ ഇത്രയേ ഉള്ളൂ. ആമേൻ. ഈ ചുവർ ഇടിഞ്ഞു കിടക്കരുത്, ഇതുവഴി സാന്നിധ്യം ലീക്ക് ചെയ്യരുത്. സാന്നിധ്യം ഈ ചുവരിനകത്ത് തങ്ങി നിൽക്കണം. ഹലോ, നമ്മുടെ മാളിക മുറിയുടെ പ്രത്യേകത എന്നാന്നറിയാമോ ഫെബിൻ ബ്രദറെ? നമ്മൾ 3 ചുവര് പണിയും, ഒരെണ്ണം ഒഴിച്ചിട്ടേക്കും. 3 ചുവര് പണിയും, ഒരെണ്ണം ഒഴിച്ചിട്ടേക്കും. കാര്യം, പുറത്ത് കിടക്കുന്ന സകല പരിപാടി നമുക്കകത്ത് അറിയണം. ഹലോ, കേക്ക് വീഡിയോ എല്ലാരും ഓൺ ആക്കാത്തതുകൊണ്ട് എനിക്ക് എല്ലാരെയും കാണാൻ ഒക്കത്തില്ല. ആകെ എബിയും ജിൻസിയും കാണാം, ജെസി എന്ന് പറഞ്ഞൊരു ആന്റിയെ കാണാം, ജിജി ബ്രദർ, ഫെബിൻ ബ്രദർ, ജാക്സൺ, സനു, ഞങ്ങളെല്ലാരും ഉള്ളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മീറ്റിങ്ങിന് ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഓൺ ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും. ഞാൻ സത്യം പറഞ്ഞ എന്റെ സനുപാസ്റ്ററെ ഉറങ്ങിപ്പിടിച്ചാ ഇങ്ങോട്ട് വന്നിരുന്നത്. കാര്യം, മീറ്റിംഗ് എല്ലാം കൂടെ കഴിഞ്ഞ് ആകെ ടയേർഡായിരുന്നു. ഞാൻ ഒത്തിരി ടയേർഡായിട്ട് വന്നിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരെങ്കിലും ഒക്കെ വീഡിയോ ആരൊക്കെ ഓണാക്കി വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൂടെ വരണേ. അമ്മേ, നമ്മുടെ കുഴപ്പം എന്നറിയുമ്പോ, നമ്മൾ ഈ മാളിക മുറി നമ്മൾ പണിയും, പക്ഷെ നമ്മൾ 3 ചുവരെ പണിയത്തുള്ളൂ. ഒരെണ്ണയിലും നമ്മൾ ഒഴിച്ചിടും, അല്ലെ ഒരു ഇച്ചിരി ഗ്യാപ്പ് എങ്കിലും നമ്മൾ ഒഴിച്ചിടും. കാര്യം, നമ്മുടെ പ്രാർത്ഥനാ മുറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓൾവേസ് വി ആർ കണക്റ്റഡ് ടു ദ വേൾഡ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഫോൺ നോക്കും, അല്ലേ? അയ്യോ, നിങ്ങളാരും പിന്നെ നോക്കാത്ത പോലെ ഫെബിൻ ബ്രദർ ഉള്ളതുപോലെ അങ്ങ് തലയാട്ടി. ആമേൻ. സ്വത്രം. ഉള്ളതുപോലെ ഒക്കെ പറഞ്ഞു ഫെബിൻ ബ്രദർ. നമ്മൾ എപ്പോഴും ബൂം ബൂം എന്നൊരു സൗണ്ട് അടിച്ചാലേ നമ്മൾ നോക്കും, അയ്യോ ഏത് മെസ്സേജാ വന്നതെന്ന്. പിന്നെ ഇപ്പൊ ഓരോരുത്തർക്കും സ്പെസിഫൈഡ് ടോൺ ആണല്ലോ. അച്ചാച്ചിന് ടിങ് ടിങ്, അമ്മാമ്മയ്ക്ക് ടോങ് ടോങ്, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വരുമ്പോഴേ അറിയാം ആരാ വിളിക്കുന്നതെന്നും ആരാ മെസ്സേജ് അയക്കുന്നതെന്നും പ്രത്യേകം അറിയാം. ശ്രദ്ധിക്കണേ. അപ്പൊ ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥനാ മുറിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ചുവരിടിഞ്ഞ് കിടക്കുക. നമ്മൾ എപ്പോഴും കണക്റ്റഡാ, പുറമായിട്ട് കണക്റ്റഡാ. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ UK വഴി US വഴി കറങ്ങി അടിച്ച് സൊമാലിയെ കൂടെ വരുന്ന പുള്ളികളും കാണും. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇതിലെ കൂടെ എല്ലാം കറങ്ങി അടിച്ച് വരുന്ന പുള്ളികൾ കാണുമായിരിക്കും. അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പൊ ചിലർ പ്രാർത്ഥിക്കാൻ കയറി ഇരിക്കുമ്പോഴേ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ അഴിച്ചു വിട്ട പശു അപ്പുറത്തെ റബ്ബർ തോട്ടത്തിലെങ്ങാനും പോയി റബ്ബറിന്റെ ഇല തിന്നുമായിരുന്നു, അങ്ങനെ ചിന്തിക്കുക. കാര്യം എന്നതാ, നിന്റെ അറകളൊന്നും അടയപ്പെട്ടിട്ടില്ല, നിന്റെ ചുവരുകളെല്ലാം തുറന്നു കിടക്കുക. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴേ, നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് പറയും, എടിയേ ആ പാനിലിരിക്കുന്ന മത്തി ഒന്ന് നോക്കി, അത് കരിഞ്ഞെന്നാ തോന്നുന്നത്. കാര്യം മണം ഇവിടെ അടിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാനും ഇരിക്കുക, ഈ മണം നോക്കിയായിരിക്കുന്നത്. കാര്യം മത്തി കരിയുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെയുള്ളവരല്ലല്ലോ. സ്വതന്ത്രം. ഹല്ലേലൂയ. ചിക്കൻ കറി അടുക്കി പിടിച്ചോ, തോരനെ അടുക്കി പിടിച്ചോ, ഈ മണമെല്ലാം ഇവിടെ സെൻസ് ചെയ്തോണ്ടോ എവിടെ ഇരിക്കുന്ന മാളിക മുറി ചുവരിടിഞ്ഞ് കിടക്കുക. ഹലോ, ചുവരിടിഞ്ഞ് കിടക്കുക. നിനക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ചുവർ സ്ട്രോങ് ആയി കവർ ചെയ്ത് നിൽക്കണമെന്ന് ഞാൻ പറയണേ. ഹല്ലേലൂയ. ഈ ദൂത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ 2021 ആദ്യം തന്നെ ഇങ്ങനെ വിളിച്ച് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് സാരമില്ല. ആമേൻ. ഓടിയോ. എന്നാ പ്രത്യേകത എന്നറിയാം, യേശു കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്. നിങ്ങളോ പ്രാർത്ഥിക്കുമ്പോൾ ആറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ രഹസ്യത്തിൽ ഒരു പിതാവ് നിന്റെ മുമ്പിൽ വരുമെന്ന് ഞാൻ പറയണേ. യേശു കർത്താവ് പറയാ, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരുമെന്ന്. അങ്ങനെയാണെങ്കിൽ സനുപാസ്റ്ററെ ഞാൻ ഉറപ്പ് പറയാം, തമ്പുരാൻ പറഞ്ഞ വാക്ക് മാറത്തില്ല. രഹസ്യത്തിൽ ഒരു പിതാവ് നിന്റെ മുൻപിൽ ഇറങ്ങി വരും. ആമേൻ. നിനക്ക് കാണാൻ പറ്റാത്തതിന് കാര്യം എന്താണെന്നറിയാമോ? അറയുടെ വാതിലടയുന്നില്ല.
ഹലോ, നീ അറയ്ക്കകത്തും കയറുന്നില്ല, അറയുടെ വാതിലും അടയുന്നില്ല. ഏതറയ്ക്കകത്ത കയറണ്ട? ഏത് വാതിലടയണ്ടേ? ഏത് വാതിലടയണ്ടെന്ന് അറിയാമോ? നമ്മുടെ സ്തോത്രം, നമ്മുടെ ശരീരത്തിൽ ലോകവുമായി ബന്ധപ്പെടുത്തുന്ന 5 വാതിലുണ്ട്. 5 വാതിൽ അറിയാമോ? 5 വാതിൽ. പഞ്ചഇന്ദ്രിയങ്ങളാകുന്ന 5 വാതിൽ അടയപ്പെടണം. കണ്ണടയണം, മൂക്കടയണം, തൊക്കടയണം, നാക്കടയണം, ചെവി അടയണം. സകലതും അടച്ച് ഗോൾഡുമായി നിന്നെ കണക്ട് ചെയ്യുന്ന നിന്റെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളുടെ വാതിൽ മുഴുവൻ കൊട്ടി അടച്ചിട്ട് നീ പ്രാർത്ഥിക്കാനിരുന്നു കഴിഞ്ഞാൽ നിന്റെ മുൻപിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടാവും. ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തി ഒരു ആമേൻ പറഞ്ഞോണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കാൻ നീ ഇരുന്ന് കഴിഞ്ഞാലേ അവൻ നിന്റെ മുൻപിൽ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെട്ട് വരും. സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെട്ട് വരും. അതുകൊണ്ടല്ലേ യേശു കർത്താവ് എപ്പോ പ്രാർത്ഥിക്കാൻ പോയാലും ഉയർന്ന മലയിലോട്ട് കയറിപ്പോകും. ഉയർന്ന മലയിലോട്ട് കയറിപ്പോകും. ഒലിവ് മലയുടെ മണ്ടയ്ക്കോ, മറുപല മലയുടെ മണ്ടയ്ക്കോ, താബർ മലയുടെ മണ്ടയ്ക്കോട്ടോ എവിടെങ്കിലും ഉയർന്ന മലയുടെ മുകളിലോട്ട് പോകും. ഞാൻ കർത്താവിനോട് വെറുതെ ചോദിച്ചു, എന്തിനാ കർത്താവ് ഈ മുകളിലോട്ട് കയറിപ്പോകുന്നത്? തമ്പുരാനോട് പറഞ്ഞു, എടാ ഈ താഴ്വാരത്തെ കോലാഹലത്തിൽ നിന്ന് എത്രത്തോളം മുകളിലോട്ട് പോകാൻ പറ്റും അത്രത്തോളം മുകളിലോട്ട് പോയാൽ ഉയർന്ന മലയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന്. ഹലോ, നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും താഴ്വാരത്ത് കിടക്കുകയാണ്. താഴ്വാരത്ത് കിടന്നുള്ള പ്രാർത്ഥന മാറ്റിയിട്ട് ഉയർന്ന മലയിലെ പ്രാർത്ഥനയ്ക്ക് തയ്യാറെടുക്കണം. ഹല്ലേലൂയ. സമയത്തിന്റെ വിശദീകരണം ഭയം എന്നെ അലട്ടുന്നു. ഇനി എനിക്ക് തോന്നുന്നു പാസ്റ്റർ ഒരു 20 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു ഇനിയുള്ളത്. ആണെങ്കിൽ ഒന്ന് 20 ഓക്കെ ആണോ? 20 to 50. ഓക്കെ, ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാൻ കേട്ടോ. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ചുവരുള്ള മുറി വേണം. പ്രാർത്ഥനാ മുറിക്ക് ചുവര് വേണം. 3 കാര്യങ്ങളൂടെ വേഗത്തിൽ ഒന്ന് പറയുകയാണ്. ഇവിടെ അടുത്തത് പറയുക, നമുക്കൊരു 4 കാലിയും മേശയും ഇടണം. ഒരു ചുവരോടുകൂടിയ മാളിക മുറി വേണം, 4 കാലിയും മേശയും വേണം. അർത്ഥം ഒരു കമ്മ്യൂണിയൻ വേണം ദൈവവുമായിട്ട്. ഒരു മേശയും കസേരയും ഫെലോഷിപ്പിനെ കാണിക്കുന്നു. ഡൈനിങ് ടേബിളിൽ എങ്ങനെ ഇരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, ആ ഫെലോഷിപ്പിനെ കാണിക്കുന്നു. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ദൈവവുമായി ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് നിങ്ങൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. 3-ാമത്തെ കാര്യം, ഒരു കട്ടിൽ വേണമെന്ന് പറയുന്നു. അർത്ഥം റെസ്റ്റ് ഉണ്ടായിരിക്കണം, സ്വസ്ഥത ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യം സ്വസ്ഥമായി നിന്റെ വീട്ടിനകത്ത് തങ്ങി നിൽക്കണം. അതിന്റെ അർത്ഥം ഫെബിൻ ബ്രദറെ ഞാൻ ഇങ്ങനെ പറയും, കനവിലെ ഉണ്ടാക്കുന്ന വീട്ടിൽ ദൈവ സാന്നിധ്യം തങ്ങുകയല്ല. ഹലോ, ചുമ്മാ കിടന്ന് വാചകം ഒടിച്ച് നടക്കുകയും കനവിലെ ഉണ്ടാക്കി ചുമ്മാ തെക്കോടൊക്കെ നടക്കുന്ന വീട്ടിനകത്ത് തമ്പുരാന്റെ സാന്നിധ്യം വസിക്കത്തില്ലെന്ന് പച്ച മലയാളത്തിൽ ഞാനങ്ങ് പറയാം. അപ്പൊ സ്വസ്ഥത വേണം. സ്വസ്ഥതയുള്ള വീട്ടിനകത്തെ ദൈവത്തിന്റെ സാന്നിധ്യം തങ്ങത്തുള്ളൂ. 4-ാമത്തെ കാര്യം, വിളക്ക് വേണം, വെളിച്ചം വേണം. ഏതായി വെളിച്ചം? ക്രിസ്തുവാകുന്ന വെളിച്ചം നിന്റെ വീട്ടിനകത്തുണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങൾ നിന്റെ വീട്ടിനകത്തുണ്ടെങ്കിൽ സാന്നിധ്യം നിന്റെ വീട്ടിൽ തങ്ങിയിരിക്കും. നിന്റെ വീട്ടിലൊരു മാളിക മുറി ഉണ്ടായിരിക്കും. നഷ്ടപ്പെട്ട ഏതിനെയും തിരിച്ചു പിടിക്കാൻ ഈ മാളിക മുറിക്കകത്ത് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ശക്തിക്ക് കഴിവുണ്ടായിരിക്കും. ശ്രദ്ധിക്കണേ, ഇങ്ങനൊരു മാളിക മുറി ഇവള് പണിതു. എലീശയെയും ഗേഹസിയെയും അവിടെ കയറ്റി പാർപ്പിച്ചു. എലീശയെയും ഗേഹസിയെയും അവിടെ കയറ്റി പാർപ്പിച്ചു. ശ്രദ്ധിക്കണേ, എലീശ ഇപ്പോൾ അവളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടേ. ഗേഹസിയോട് പറഞ്ഞു വിടുക, എടാ മോനെ, ഇവൾ ഇത്രയും കാര്യമായിട്ടൊക്കെ താല്പര്യത്തോടു കൂടി നമുക്ക് ചെയ്തു തരുമ്പോഴേ, നിങ്ങൾ ഈ ഭാഗം പിന്നീട് വായിക്കണം കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓടിപ്പോണേ. ഇവൾ ഇത്ര താല്പര്യത്തോടു കൂടി നമുക്ക് ഇതൊക്കെ ചെയ്തു തരുന്നത് കൊണ്ട്, എടാ ഇവക്ക് എന്നതാ വേണ്ടതെന്ന് നീ ഒന്ന് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇവക്ക് എന്നതാ വേണ്ടതെന്ന് ഒന്ന് ചോദിച്ചിട്ട് വരാൻ. അപ്പൊ ഇവൾ ആദ്യം ഒന്നും മിണ്ടിയില്ല. വീണ്ടും പോയി ചോദിക്കും. ഗേഹസി വീണ്ടും പോയി ചോദിക്കും, ശുനേംകാരത്തിയെ എന്നതാ നിനക്ക് വേണ്ടേ? യജമാനനായ എലീശ ചോദിക്കുന്നു, നീ ഇത്ര താല്പര്യത്തോടു കൂടി ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്തു തരുന്നത് കൊണ്ട് നിനക്ക് എന്താ ആവശ്യമെന്ന് ശൂന്യകാരത്തിയോട് ഗേഹസി ഒന്ന് ചോദിക്കുക. അപ്പൊ ഈ ശൂന്യകാരത്തി തിരിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട് കേട്ടോ. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സ്വജനത്തിന്റെ നടുവിൽ പാർക്കുന്നുവെന്ന്. ആ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സ്വജനത്തിന്റെ നടുവിൽ പാർക്കുന്നുവെന്ന്. ആരാ ചോദ്യം ചോദിച്ചെന്നറിയാമോ? ഏലിയാവിന്റെ കയ്യിൽ നിന്ന് ഇരട്ടിപ്പങ്ക് അഭിഷേകം പ്രാപിച്ച എലീശ ചോദിക്കുക, നിനക്ക് എന്നാ വേണ്ടതെന്ന്. ഹലോ, യേഹുവിനെ അഭിഷേകം ചെയ്ത, യേഹു എന്ന് പറയുന്നത് രാജാവ്, ഇസ്രായേലിന്റെ രാജാവായി യേഹുവിനെ അഭിഷേകം ചെയ്ത എലീശ ചോദിക്കുക, നിനക്ക് എന്നതാ വേണ്ടതെന്ന്. ഹലോ, നമ്മളെങ്ങാണ് വരുന്നെങ്കിൽ നെല്ലിക്കാച്ച കഴിച്ചിട്ട് മാതിരി പാരാതുരത്ത് മുഴുവൻ പറഞ്ഞുതരും. പക്ഷെ ഇവള് പറയും, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സ്വജനത്തിന്റെ നടുവിൽ പാർക്കുവാന്ന്. ഹലോ, സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, എന്റെ ബ്രദറെ പിണറായി വിജയൻ സാറിനെ അറിയാവുന്ന ആരെയും PA വരണമെന്നില്ല, അറിയാവുന്ന ആരെങ്കിലും വന്നിട്ട് നിങ്ങളോട് ചോദിക്കുക, ഇപ്പൊ എങ്ങനെയുണ്ട് ഭരണമൊക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, കഴിഞ്ഞ ആഴ്ച കിട്ടിയ റേഷനരിക്ക് മൊത്തം കല്ലായിരുന്നു, കഴിഞ്ഞ ആഴ്ച കിട്ടിയ കിറ്റ് അത്ര പോരായിരുന്നു. നമ്മൾ പാരാദുരിതം മുഴുവൻ പറഞ്ഞേനെ. കാര്യം പുള്ളിക്ക് കണക്ഷൻ പിണറായിയോടുണ്ടല്ലോ.
അമ്മേൻ. അങ്ങനെയുള്ള പുള്ളികളാണ് നമ്മളല്ല. പക്ഷെ ഇവള് പറയും ഞാൻ സ്വജനത്തിന്റെ നടുവിലാണ് പാർക്കുന്നത്, എനിക്കൊരു കുഴപ്പമില്ലെന്ന്. ഹലോ അമ്മേൻ. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഇവക്ക് ഏറ്റവും വലിയൊരു കുഴപ്പമുണ്ട്. എന്നാ കുഴപ്പം? ഇവക്കൊരു മോനില്ല. ഇവക്ക് ഏറ്റവും വലിയൊരു കുഴപ്പമുണ്ട്, ഇവക്കൊരു മോനില്ല. പക്ഷെ ഇവള് പറയാ എനിക്കൊരു കുഴപ്പമില്ലെന്ന്, ഞാൻ സ്വജനത്തിന്റെ നടുവിൽ പാർക്കുന്നുവെന്ന്. ഹല്ലേലൂയ. എന്ന് ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട് സനിപ്പാസ്റ്ററെ. മാളിക മുറി വീട്ടിലുണ്ടോ? ഏതില്ലായ്മയിലും ഏത് കുറവ് നിനക്കുണ്ടെങ്കിലും നീ സന്തോഷത്തോടിരിക്കും. ഒരു പ്രാർത്ഥനാമുറി നിനക്കുണ്ടെങ്കിൽ, ഒരു മാളിക മുറി നിനക്കുണ്ടെങ്കിൽ, നിനക്കൊരു മകനില്ലെങ്കിൽ നീ സന്തോഷത്തോടെ പറയും എനിക്കൊരു കുഴപ്പമില്ലെന്ന്, ഞാൻ ക്രിസ്തുവിൽ ആനന്ദിക്കുന്നെന്ന്, ഞാൻ സ്വജനത്തിന്റെ നടുവിൽ സന്തോഷത്തോടിരിക്കുന്നെന്ന്. ഇന്ന് പകലിൽ പ്രാർത്ഥനാമുറിയുള്ള വീട്ടിനകത്ത് ഞാനൊരു ദൂത് കൈമാറുകയാ. നിന്റെ വീടിനകത്ത് ഏതില്ലായ്മയിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞാലും നിന്റെ വീടിനകത്ത് സ്വസ്ഥത നിൽക്കും, നിന്റെ വീടിനകത്ത് സമാധാനം നിൽക്കും, നിന്റെ വീടിനകത്ത് ദൈവത്തിന്റെ അനുഗ്രഹം വർഷിക്കുന്ന ഒരു വീടായി ആ വീട് മാറും. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണേ. അപ്പൊ എലീശയ്ക്ക് മനസ്സിലായി ഇവക്ക് എന്നതോ ഒരു പ്രശ്നമുണ്ടെന്ന് എലീശയ്ക്ക് മനസ്സിലായി. വീണ്ടും ഗേഹസിയെ വിടും. ഗേഹസി വന്നിട്ട് തിരിച്ചു പറയുന്ന ഒരു മറുപടിയുണ്ട്. ആമേൻ. അച്ചാ ആമേൻ. പ്രവാചകനെ, ഇവക്ക് ആമേൻ ഒരു മകനില്ലല്ലോ, ഇവൾക്കൊരു മകനില്ലല്ലോ. നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. മകനില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കർത്താവ് കുഞ്ഞിനെ തന്നോളും. ഹലോ, കർത്താവ് കുഞ്ഞിനെ തരും. 5 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാവുന്നേ, 5 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാവുന്നേ. ആമേൻ. കർത്താവ് മകനെ തരും, ഒരു കുഴപ്പമില്ല. ഗേഹസി നീ പറഞ്ഞത് നല്ല കാര്യ, എന്നെ അറിയിച്ചത് നല്ല കാര്യ, ഒരു മകനില്ലല്ലോ. പക്ഷെ അടുത്ത പദം ജാക്സൺ ബ്രദറെ, ദാറ്റ് ഈസ് ടു മച്ച്. അത് ടു മച്ചാ. അവളുടെ ഭർത്താവ് വൃദ്ധനുമാകുന്നു. ഇനി ഒരു പ്രവചനം എലീശയ്ക്ക് വരുമോ സനുപാസ്റ്ററെ? ഹലോ, ഗേഹസി വന്നിട്ട് പറയുകയാണേ അവക്ക് മകനില്ല, നല്ല കാര്യം, പക്ഷെ അവളുടെ ഭർത്താവ് വൃദ്ധനാ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴേ ഒരു ഉദാഹരണം പറയാം. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഒരു യൗവനക്കാരിയായ സ്ത്രീ എന്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ വരിക. ഞാൻ തലയിൽ കവിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൂതൊക്കെ പറയാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോഴേ എന്റെ ഭാര്യ സ്റ്റെഫി, അവൾ അങ്ങനൊന്നും പറയല്ല കേട്ടോ, എന്നാലും ഒന്ന് പറയാ, എന്റെ ഭാര്യ സ്റ്റെഫി ഓടി ഒന്ന് ചെവി പറയാ, അച്ചാച്ച അബദ്ധമൊന്നും പറയല്ലോ കേട്ടോ, ഭർത്താവിന് 90 വയസ്സുണ്ടെന്ന്. ഹലോ, ഇനി ഒരു പ്രവചനം വരുമോ? ഹലോ എലീശായെ, ഇനി ഒരു പ്രവചനം നിനക്ക് വരുമോ? ഗേഹസി കണ്ടത് വൃദ്ധനായ ഭർത്താവിനെ അല്ലേ? എലീശ പറയുന്ന ഒരു പദം കാണും കേട്ടോ. എലീശ പറയുന്നു, എടാ ഗേഹസി, നീ കാണുന്നത് അസാധ്യമായി നിൽക്കുന്ന വൃദ്ധനായ ഭർത്താവിനെയാ. പക്ഷെ ഞാൻ കാണുന്നത് ആമൻ 100ാമത്തെ വയസ്സിൽ കൊച്ചിനെ കൊടുക്കാൻ കഴിവുള്ള അബ്രഹാമിന്റെ ദൈവമാകുന്ന എൽ ഷദായിയെയാ. ഓ, ആ ദൂതിന് ആമേൻ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോണം. എടാ നീ കാണുന്നത് അസാധ്യതയായിരിക്കും, പക്ഷെ ഞാൻ കാണുന്നത് സാധ്യതകളാ. കാരണം ഗേഹസിയെ നിന്റെ കണ്ണുകൊണ്ട് ദർശനം മങ്ങിത്തുടങ്ങിയ നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്നത് അസാധ്യതകളായിരിക്കും, അസാധ്യതകളായിരിക്കും. പക്ഷെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് സാധ്യതകളെയാ, സാധ്യതകളെയാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മുൻപിൽ വരുന്ന എല്ലാ നെഗറ്റീവ് വേർഡുകളും മാറട്ടെ ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ. 2020 നീ കേട്ട സകല നെഗറ്റീവ് വേർഡുകളും അസാധ്യതയുടെ വാക്കുകളും നിന്റെ ജോലി മേഖലയിൽ, നിന്റെ തലമുറയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, നിന്റെ ആത്മീയ മേഖലയിൽ, നിന്റെ സാമ്പത്തിക മേഖലയിൽ നീ കേട്ട സകല അസാധ്യതയുടെ വാക്കുകളും യേശുവിന്റെ നാമത്തിൽ മാറിയിട്ട് സാധ്യതയുടെ ദൈവം നിന്റെ മുന്നിൽ വെളിപ്പെട്ടു വരട്ടെ. എപ്പോഴും ഓർത്തോണേ, ശത്രുവിന്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് നീ ഒരു അനുഗ്രഹത്തിലേക്ക് റീച്ച് ചെയ്യുമ്പോൾ, നീ ഒരു വാഗ്ദത്തത്തിലോട്ട് റീച്ച് ചെയ്യുമ്പോൾ, നീ എത്തി നിൽക്കുമ്പോൾ, ആ ഡോറിൽ എത്തി നിൽക്കുമ്പോൾ മുൻപിൽ ഒരു അസാധ്യതയുടെ വാക്ക് കൊണ്ടിട്ട് നിന്നെ ആ വാഗ്ദത്തത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യിക്കുക എന്നുള്ളത് ശത്രുവിന്റെ പദ്ധതിയാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? യേശു കർത്താവ് എരിഹോവിലൂടെ നടന്നു വന്ന് അവൻ രക്തസ്രവക്കാരിയായ സ്ത്രീക്ക് സൗഖ്യം കൊടുത്തിട്ട് അവൻ ഇങ്ങോട്ട് വരുന്ന വഴി യായിറോസിന്റെ വീട്ടിലെത്തിയപ്പോഴേ, ഹലോ എന്നെ കേൾക്കണേ, യായിറോസിന്റെ വീട്ടിലെത്തിയപ്പം, ആ വാതിക്കലെത്തിയപ്പം ഒരു ബാല്യക്കാരൻ ഓടി വന്നിട്ട് അവൻ യായിറോസിനോട് പറയാ, അയ്യോ യജമാനനെ, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തരുത്, ബാല മരിച്ചുപോയി. ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തരുത്, ബാല മരിച്ചുപോയി. എന്റെ സനുപാസ്റ്ററെ, അവൻ വന്ന് പറഞ്ഞിട്ട് പോയത് സത്യമായ കാര്യം. ആ റൂമിൽ പോയി ചിലപ്പോ പൾസ് പിടിച്ച് നോക്കിയിട്ടാ ഇവ വന്ന് പറയുന്നത് ബാല മരിച്ചു പോയെന്ന്. ആമേൻ, സ്തോത്രം. നമ്മളെ കാണുമായിരുന്നെങ്കിൽ ഇനിയുള്ള അടക്ക ശുശ്രൂഷയ്ക്കുള്ള പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് കിട്ടാനുള്ള പൊതിയും വാങ്ങിച്ച് നമ്മൾ കച്ചത്ത് വെച്ച് വീട്ടിൽ പോയേനെ. പക്ഷെ യേശു കർത്താവ് പറയാ, യേശു യായിറോസിനോട് ആ വാക്ക് കാര്യാക്കണ്ട, നമുക്ക് മുന്നോട്ട് പോകാൻ.
ഹല്ലേലൂയ. മരിച്ചെന്നുള്ളത് സത്യ, പോയെന്നുള്ളത് സത്യ, നീ കണ്ട റിപ്പോർട്ട് സത്യ, നിന്റെ മുൻപിൽ വന്ന പേപ്പർ സത്യ. പക്ഷെ നീ അത് കാര്യാക്കണ്ട. നീ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരവടിക്കും. ജെൻസി മോളെ, നീ കരവടിച്ച ദൂതിനാമൻ പറഞ്ഞു. നിന്റെ മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് മുഴുവൻ ആമേൻ. നിന്റെ മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് മുഴുവൻ സത്യമായ കാര്യമാണ്. പക്ഷെ യേശു ഇന്ന് പകലിൽ ഒരു ദൂത് കൈമാറുന്നു. ആമേൻ. സാധ്യതകളെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവത്തെ നീ കാണണം. ആ വാക്ക് കാര്യമാക്കരുത്. ഹലോ, ആ വാക്ക് കാര്യമാക്കാതെ യേശു കർത്താവ് മുന്നോട്ട് പോയി. ആമേൻ. യേശു കർത്താവ് മുന്നോട്ട് പോയി. യായിറോസിനോട് പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാ നീ ഒരു മഹത്വം കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഡോക്ടേഴ്സ് റോങ് ആണെന്നല്ല. യെസ്, ദേ ആർ റൈറ്റ് ഇൻ ദെയർ പ്രൊഫഷൻ. പക്ഷെ അന്തിമ തീരുമാനം എടുക്കുന്ന കർത്താവാണ്. ആമേൻ. പരമാധികാരിയായ ദൈവം അന്തിമ തീരുമാനം എടുക്കുന്നേ. ശ്രദ്ധിക്കണേ. ആമേൻ. ഗേഹസി കണ്ടത് വൃദ്ധനായ ഭർത്താവിനെ, പക്ഷെ ഏലീശ കണ്ടത് ആമേൻ സമയോട് ഓടിക്കൊണ്ടിരിക്കുവാണ്. ഗേഹസി കണ്ടത് വൃദ്ധനായ ഭർത്താവിനെ, പക്ഷെ ഏലീശ കണ്ടത് ആമേൻ സാധ്യതകളെ പ്രവർത്തിക്കാൻ കഴിവുള്ള അബ്രഹാമിന്റെ ദൈവത്തെ. ഇവള് പറയണേ, ഇവളോട് ഏലീശ പറയാ, ഇവള് വിളിക്കാൻ പറഞ്ഞു. ഗേഹസിയോട് പറഞ്ഞു, ഗേഹസിയെ നീ ശൂനേകാരത്തെ വിളിച്ചോണ്ട് പോവാ. ശൂനേകാരത്തി ഓടി വന്നു. എങ്ങോട്ടാ ഓടി വന്നു? മാളിക മുറിയിലോട്ട് ഓടി വന്നു. വാദിക്ക വന്ന് നിൽക്കുക. എന്നെ കർത്താവ് ഏൽപ്പിച്ചൊരു ദൂതിയാ കൈമാറുവാണ്. മാളിക മുറിയിൽ ഓടി വന്ന് ഈ വാതിൽ നീ നിന്നാൽ പിന്നെ നീ കേൾക്കാൻ പോകുന്നത് മുഴുവൻ വാഗ്ദത്തമായിരിക്കും. ഹല്ലേലൂയ. ഈ മാളിക മുറിക്കകത്തോട്ട് ഓടി വന്ന് ഈ വാതിക്ക നീ ഒന്ന് കയറി നിന്ന നീ പിന്നെ കേൾക്കാൻ പോകുന്നത് മുഴുവൻ വാഗ്ദത്തമായിരിക്കും. ഈ മാളിക മുറിയിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവം, ശ്രദ്ധിക്കണേ, ഈ മാളിക മുറിയിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവം, ആമേൻ, ഈ വാതിക്ക നിൽക്കുന്ന നീ. ശ്രദ്ധിക്കണം, ആ പദങ്ങൾ നിങ്ങൾ എന്റെ കൂടെ ശ്രദ്ധിച്ചു വരണം. ഇതിനെ ഞാനൊന്ന് കണക്ട് ചെയ്യാൻ പോണേ. ഈ മാളിക മുറിയിൽ ഇറങ്ങി നിൽക്കുന്ന പിതാവായ ദൈവം, ഈ വാതിലിൽ നിൽക്കുന്ന നീ. എന്നെ ശ്രദ്ധിക്കണേ. ഈ മാളിക മുറിയിൽ ഇറങ്ങി നിൽക്കുന്ന പിതാവാം ദൈവം, ഈ വാതിലിൽ നിൽക്കുന്ന നീ. ഏതാ ഈ വാതിൽ? ക്രിസ്തുവാകുന്ന വാതിൽ. ഏതാ ഈ വാതിൽ? ക്രിസ്തുവാകുന്ന വാതിൽ. ക്രിസ്തുവാകുന്ന വാതിലിൽ നീ ഉണ്ടെങ്കിൽ പിതാവായ ദൈവത്തിൽ നിന്ന് ക്രിസ്തുവാകുന്ന വാതിലിലൂടെ അബ്രഹാമിനോട് അരുളി ചെയ്ത സകല വാഗ്ദത്തങ്ങളും നിനക്ക് അവകാശമാക്കിയവൻ തരാൻ പോവുകയോ. 2021 നീ നിന്നെ തന്നെ ശോധന ചെയ്യണം. കർത്താവേ, ഈ വാതിലിന്റെ കീഴിൽ ഞാനും എന്റെ കുടുംബവും എന്റെ തലമുറകളും ക്രിസ്തു എന്ന വാതിലിനകത്തുണ്ടോ എങ്കിലൊരു ദൂത് ഞാൻ കൈമാറാം. നിനക്കുള്ളതാ ദൈവിക വാഗ്ദത്തങ്ങൾ, അബ്രഹാമിനുള്ള വാഗ്ദത്തങ്ങൾ, അബ്രഹാമിന് സ്വർഗത്തിലെ ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ മുഴുവൻ ക്രിസ്തു എന്ന വാതിലിലൂടെ നിന്റെ മേൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണമേ. ഇവനോട് പറയുക, അടുത്തയാണ്ടിൽ ഈ സമയം നീ ഒരു മകനെ അണച്ചുകൊള്ളും. അടുത്തയാണ്ടിൽ ഈ സമയം നീ ഒരു മകനെ അണച്ചുകൊള്ളും. സ്പെസിഫൈഡ് വേർഡുകളാണ്. അടുത്തയാണ്ട് ഈ സമയം നീ ഒരു മകനെ അണച്ചുകൊള്ളുന്നു. ഏലീശ പറഞ്ഞതുപോലെ അടുത്തയാണ്ടിൽ അതേ സമയത്ത് അവൾ ഒരു മകനെ അണച്ചുകൊണ്ടു. ഹല്ലേലൂയ. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ ഒരു ദൂത് കൈമാറുക. റഫൂസി ആംധനാദിയാന യേശുവിന്റെ നാമത്തിൽ അടുത്തയാണ്ടിൽ ഈ സമയത്ത് അടുത്ത 2022 ഈ സമയത്ത് നിന്റെ കരത്തിലെ തലമുറ ഉണ്ടാകട്ടെ. ജിൻസി മോളെ എബിയുടെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ തലമുറ ജനിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തലമുറ ജനിക്കട്ടെ. റഫോസിയാന തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നസറനായ യേശുവിന്റെ നാമത്തിൽ അവരുടെ ആ സാധ്യതകളുടെ മേൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ദൂത് പറയുമ്പോൾ ജിജോ ഫേബ ആ ഐഡിയയിലിരിക്കുന്ന ആ കപ്പിൾസിനോട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ നടക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ നടക്കട്ടെ. കഴിഞ്ഞ 2.5 വർഷത്തെ ഗ്യാപ്പ്, പ്രാർത്ഥിക്കുന്ന ഗ്യാപ്പുകൾ യേശുവിന്റെ നാമത്തിൽ അത് ഫുൾഫിൽ ആയി വരട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടു വരട്ടെ. ശ്രദ്ധിക്കുക. ഓടി നിങ്ങൾ എന്റെ കൂടെ വരണേ. അടുത്ത വർഷം ഇതേ സമയമായപ്പം അവൾക്കൊരു മകനെ കിട്ടി. ഇവിടെ ഓർത്തോണെ, ദൈവം പറഞ്ഞ വാക്കും കൃത്യമായിരിക്കും, ദൈവം പറഞ്ഞ സമയവും കൃത്യമായിരിക്കും. അടുത്ത വർഷം ഇതേ സമയം ഒരു മകൻ അവൾക്കുണ്ടായി. ഈ കുഞ്ഞ് വളർന്നു വന്നു. വേഗത്തെ അവസാനിപ്പിക്കാം. ഇനി എനിക്ക് ഒരു 10 മിനിറ്റ് കൂടെ എന്റെ മുൻപിലുള്ളൂ. വേഗത്തിൽ അവസാനിപ്പിക്കാം. ഇവളുടെ കുഞ്ഞ് വളർന്നു വന്നു. ഈ കുഞ്ഞ് വളർന്നു വന്ന് കുറെ നാൾ കഴിഞ്ഞപ്പോഴേ
ഇവൻ കൊയ്ത്തുകാരോടൊപ്പം വയലിലിരിക്കുമ്പം എന്റെ തല എന്ന് പറഞ്ഞ് ഇവൻ നിലവിളിക്കാൻ തുടങ്ങി. ഓ മൈ ഹെഡ് എന്ന് പറഞ്ഞ് ഇവൻ കരയാൻ തുടങ്ങി. ഈ മൈ ഹെഡ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ദൂത. ആമേൻ. എന്റെ തല എന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. ഇവൻ പറഞ്ഞ് ഇങ്ങനെ കരയാൻ തുടങ്ങി. ശ്രദ്ധിക്കണേ, ആ പദം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കൊയ്ത്തുകാരോടൊപ്പം ഇരുന്നപ്പം. ദാറ്റ് മീൻസ് ആമേൻ സനുപാസ്റ്ററെ, ഇറ്റ്സ് എ ഹാർവസ്റ്റ് ടൈം. ഇത് ഒരു കൊയ്ത്തിന്റെ സമയമാണ്. കൊയ്ത്തുകാരുടെ കൂടിയിരുന്നപ്പോൾ ഇവൻ പറയാ, എന്റെ തല. എന്നാ ജാക്സൺ ബ്രദറെ കാര്യം? കൊയ്ത്തിന്റെ സമയമായപ്പം ദേണ്ട വീട്ടിലോട്ട് ക്ഷണിക്കാതെ ഒരു അപകടം കയറി വരുന്നു. ഹലോ, ഹാർവസ്റ്റിന്റെ ടൈമായപ്പം ആമേൻ. നീ മാസങ്ങളെടുത്ത് ഉഴുത്, നീ മാസങ്ങളെടുത്ത് നിലം വൃത്തിയാക്കി, നീ മാസങ്ങളെടുത്ത് വിതച്ച് വളവിട്ട് ഫലം പൊങ്ങി വന്ന് അത് കൊയ്തെടുത്ത് സന്തോഷത്തോടുകൂടി ഉല്ലാസത്തോടുകൂടി നിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് നീ ആനന്ദത്തോടെ നിൽക്കുമ്പം ദേണ്ടെ ഒരു മരണം കയറി വരുന്നു, ദേണ്ടെ ഒരു അപകടം കയറി വരുന്നു. ഇന്ന് പകലിൽ ഈ ദൂത് പിടികിട്ടുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ സമയത്ത്, നിന്റെ ജീവിതത്തിന്റെ ഉല്ലാസത്തിന്റെ സമയത്ത് നീ പോലും അറിയാതെ ക്ഷണിക്കപ്പെടാതെ കയറി വരുന്ന ചില അപകടങ്ങൾ, നീ പോലും അറിയാതെ നിന്റെ സഭയ്ക്കകത്ത് ഹാർവസ്റ്റ് ടൈമായി നിൽക്കുമ്പം, തിളങ്ങി നിൽക്കുമ്പം, നല്ല രീതിയിൽ നിൽക്കുമ്പം നീ പോലും അറിയാതെ കയറി വരുന്ന ചില പൈശാചിക ശക്തികൾ അതിന്റെ തായ് വേരുകളെ കുടുംബങ്ങളുടെ അകത്തുനിന്ന്, ദൈവസഭയുടെ അകത്തുനിന്ന് നിന്റെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന, നിന്റെ ഉല്ലാസത്തെ കെടുത്തിക്കളയുന്ന, നിന്റെ കൊയ്ത്തിന്റെ നേരത്തുള്ള, നിന്റെ നന്മയുടെ നേരത്തുള്ള, നിന്റെ സന്തോഷത്തെ തച്ചുടയ്ക്കുന്ന പൈശാചിക പോരുകളെ, അതിന്റെ തായ് വേരുകളെ ഇന്ന് രാത്രിയിൽ വേരോടെ പിഴുതെറിഞ്ഞു കളയും. അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചലിക്കട്ടെ. ശ്രദ്ധിക്കണമേ. കൊയ്ത്തിന്റെ നേരമായപ്പോ ക്ഷണിക്കപ്പെടാതെ അതിഥി വരുന്നു. അവൻ എന്റെ തല എന്നും പറഞ്ഞ് ഒത്തിരി വിശദീകരിക്കാനുണ്ട്, പക്ഷെ എനിക്ക് സമയമില്ല, ഞാൻ ഓടുവാണ് കേട്ടോ. തിരിച്ചു പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. കൊയ്ത്തിന്റെ സമയമായി. അവൻ കിടക്കുന്നു, കുഞ്ഞിതാ കിടക്കുന്നു, എന്റെ തല എന്ന് പറഞ്ഞു. അപ്പം ബാല്യക്കാരോട് പറഞ്ഞു, ഇവനെ ഓടിയെടുത്ത് അമ്മയുടെ മടിയിൽ കൊണ്ട് കിടത്താൻ പറഞ്ഞു, അമ്മയുടെ അടുത്ത് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. ഈ കുഞ്ഞിനെ ബാല്യക്കാർ ഓടിയെടുത്തോണ്ട് വന്ന് അമ്മയുടെ മടിയിൽ കൊണ്ട് കിടത്തി. ശ്രദ്ധിക്കണേ, അമ്മയുടെ മടിയിൽ കൊണ്ട് കിടത്തി. ഉച്ചവരെ അമ്മയുടെ മടിയിൽ കിടന്നിട്ട് ഈ അമ്മ ചിലപ്പം ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ വിക്സോ ടൈഗർ ബാമോ ഏതെങ്കിലുമൊക്കെ ജെല്ലൊക്കെ തേച്ചു കൊടുത്തിട്ട് ഈ കുഞ്ഞിനെ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു കാണും, അമ്മ മോനെ ഒന്നുമില്ലടാ, കുഴപ്പമൊന്നുമില്ലടാ, ഇപ്പൊ മാറൂടാ അതൊക്കെ പറഞ്ഞ് താലോലിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ജാക്സൺ ബ്രദറെ ഉച്ചയായപ്പം ഈ കുഞ്ഞ് മരിച്ചുപോയി. ഹലോ, ഉച്ചയായപ്പം ഈ കുഞ്ഞ് മരിച്ചുപോയി. മാളിക മുറിന്ന് കിട്ടിയതാ ഇതിനെ. വാഗ്ദത്തം കിട്ടിയ സന്തതിയാ. എന്റെ കൈ കിടന്ന് മരിച്ചു. എന്റെ തല എന്നും പറഞ്ഞ് തല വേദനിച്ച് തല പൊട്ടുന്ന വേദനയായി ഈ കുഞ്ഞ് എന്റെ കൈ കിടന്ന് മരിച്ചു. ശൂന്യകാരത്തെ ഇന്റർവ്യൂ ചെയ്ത ശൂന്യകാരത്തി പറയും, എന്റെ പാസ്റ്ററെ ഞാൻ തകർന്നുപോയി, വാഗ്ദത്തം കിട്ടിയ സന്തതി എന്റെ കരത്തിൽ കിടന്ന് മരിച്ചു. ആരോ പറയുന്നു, ദൈവദാസനെ, വാഗ്ദത്തങ്ങൾ ഒത്തിരി കിട്ടിയതാ, കരത്തിൽ കിട്ടിയതാ, പക്ഷെ കയ്യിൽ വെച്ച് ചിലത് നഷ്ടപ്പെട്ടു പോയി. ചില വാഗ്ദത്തങ്ങൾ നിന്റെ കയ്യിൽ വെച്ച് നഷ്ടപ്പെട്ടു, ചില വാഗ്ദത്തങ്ങൾ നിന്റെ മടിയിൽ വെച്ച് നഷ്ടപ്പെട്ടു. ഇന്ന് പകൽ ദൈവസഭയോട് ഞാൻ ചോദിക്കുക, തിരിച്ചു പിടിക്കാൻ നിനക്കൊരു മാളിക മുറിയുണ്ടോ? നിന്റെ മടിയിൽ വെച്ച് നഷ്ടമായി പോയ, നിന്റെ കയ്യിൽ വെച്ച് നഷ്ടമായി പോയ ദൈവിക വാഗ്ദത്തങ്ങളെ തിരിച്ചു പിടിക്കാൻ, നിശ്ചലമായി പോയ നിന്റെ വാഗ്ദത്തങ്ങളെ തിരിച്ചു പിടിക്കാൻ ഒരു മാളിക മുറി നിന്റെ വീട്ടിലുണ്ടോ എന്നാ എന്റെ ചോദ്യം. ഓ റബ ശന്തനാദിയാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജാക്സൺ ബ്രദറെ, ഇവളുടെ കൊച്ചു മരിച്ചെന്നുള്ളത് സത്യ, ഇവളുടെ കുഞ്ഞ് നിശ്ചലമായെന്നുള്ളത് സത്യ, പക്ഷെ ഇവളുടെ വിശ്വാസം മരിച്ചില്ല, ഇവളുടെ വിശ്വാസം നിശ്ചലമായില്ല. ആമേൻ. ഇവളുടെ വിശ്വാസം അകത്ത് പുനർജീവിക്കാൻ തുടങ്ങി. മാളിക മുറി നിന്റെ വീട്ടിലുണ്ടോ? നിന്റെ വിശ്വാസം ഒരിക്കലും മരിക്കുകയല്ല. ഹലോ. വാഗ്ദത്തങ്ങൾ മരിക്കാം, വാഗ്ദത്തങ്ങൾ പോയേക്കാം, വാഗ്ദത്തങ്ങൾ നിശ്ചലമായേക്കാം, പക്ഷെ നിന്റെ ഫെയ്ത്തിനെ തകർക്കാൻ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കാലമടിച്ച് ദൂതനാമേ പറയണം, നിന്റെ വിശ്വാസത്തെ തകർക്കാൻ, നിന്റെ ട്രസ്റ്റിനെ ഇല്ലാതാക്കാൻ ഒരു പൈശാചിക മേഖലകൾക്ക് കഴിയത്തില്ല. ഇവളുടെ
ഇതിനകത്ത് വിശ്വാസം പുനർജീവിക്കാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. ഇനി എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ സലിപാസ്റ്ററെ, ഇനി ആ വീട്ടിൽ നടക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടം നോക്കുവാണെങ്കിൽ, ആമേൻ, എനിക്ക് ഒത്തിരി സമയം എടുത്ത് പറയണമെന്നുണ്ട്. പക്ഷെ നോ, ഐ എം റണ്ണിങ്. ആമേൻ, ഇന്നത്തെ സാഹചര്യത്തിൽ പറയുവാണെങ്കിൽ ഇനി അവളുടെ വീട്ടിൽ ഒരു കരിങ്കൊടി പൊങ്ങും. ഹലോ, ഒരു കറുത്ത ഫ്ലാഗ് അവളുടെ വീട്ടിൽ പൊങ്ങും. ഇനി ആ കൊച്ചിന് കിടക്കാൻ പാകത്തിന് ഒരു ശവപ്പെട്ടി വാങ്ങിക്കും. ഒരു ശവപ്പെട്ടി വാങ്ങിക്കും. അവൻ കാല് കൂട്ടിക്കെട്ടും, തല കൂട്ടിക്കെട്ടും, മൂക്കിൽ പഞ്ഞിയും വെക്കും, കൊച്ചിനെ പെട്ടിക്കകത്തി കിടക്കും. അവൻ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അവൻ ശവക്കോട്ടയിൽ എവിടെങ്കിലും കൊണ്ട് കുഴിച്ചിടും. നാട്ടുനടപ്പനുസരിച്ച് എന്നെ കേൾക്കണേ. ഈ ദൂത് നിങ്ങൾ ആമേൻ പറഞ്ഞത് സ്വീകരിക്കണം. സലിപാസ്റ്ററെ, നാട്ടുനടപ്പനുസരിച്ച് ഇനി നടക്കേണ്ടത് ഒരു ഫ്യൂണറൽ സർവീസാ. നടക്കേണ്ടത്. പക്ഷെ മാളിക മുറിയുള്ള ശൂന്യങ്കാരത്തി പറയാ, ഞാനൊരു ഫ്യൂണറൽ സർവീസിന് തയ്യാറല്ല, ഞാനൊരു റിസറക്ഷൻ സർവീസിന് തയ്യാറെടുക്കുവാണ്. പ്രാർത്ഥനാ മുറിയുള്ള മാളിക മുറിയുള്ള ശൂന്യങ്കാരത്തി പറയുക, നാട്ടു നടപ്പ് മരണം നടന്നാൽ അടക്കവാ, പക്ഷെ നാട്ടു നടപ്പിനെ തെറ്റിച്ചുകൊണ്ട് മാളിക മുറിയുള്ള ശൂന്യങ്കാരത്തി ഈ ദൂതിന് ഒന്ന് കരവടിച്ച് ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞോളൂ. സുബ്രഹ്മണ്യൻ, പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു. സുബ്രഹ്മണ്യൻ, എനിക്കറിയില്ല, നിന്റെ മേൽ ഒരു അസാധാരണ ഗ്ലോറി ഇറങ്ങി വരുന്നത് ആത്മാവിനെ കാണിക്കുന്നു. റോഫോസി അംധനാദിയാണ് അർദ്ധനഘടകതനീയ. ഈ രാജ്യത്തും നീ നിൽക്കുകയല്ല, തമ്പുരാൻ നിന്നെ ഇവിടുന്നും പറിക്കും. ലമടക അധുനികടക ഹത്തൽ പ്രബോധനി അന്ധരാദിയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഇവിടുന്നും പറിക്കും. അവൻ ചില ഇംഗ്ലീഷ് ചർച്ചുകൾ ലീഡ് ചെയ്യുന്ന നിലകളിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഒരു അഭിഷേകത്തെ കൈമാറിയിട്ടുണ്ടെന്ന് ആത്മാവിനോട് ദൂത് പറയുന്നു. അടുത്തൊരു രാജ്യത്ത് തമ്പുരാൻ നിന്നെ പാർപ്പിക്കും, അവിടെ നിന്നെ ഉറപ്പിക്കും. അവിടെ നീ വേരാഴ്ന്ന് ഒരു വടവൃക്ഷം പോലെ പടർന്നു വരുന്നൊരു കാഴ്ച എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. മിനിസ്ട്രി തലത്തിലും നീ ശക്തമേറിയ ശുശ്രൂഷയുള്ളവനായി പുറത്തു വരുന്നത് ആത്മാവ് ദൂത് പറയുന്നു. ഒരു റിസറക്ഷൻ സർവീസിന് തയ്യാറെടുക്ക്. അടക്ക ശുശ്രൂഷയല്ല നമ്മുടെ വീട്ടിൽ വേണ്ടത് ഒരു ഉയർപ്പിന്റെ ശുശ്രൂഷയാ. ഒരു മാളിക മുറി നിന്റെ വീട്ടിലുണ്ടോ? നിശ്ചലമായി പോയ വാഗ്ദത്തങ്ങൾ ഉയർത്തുവരാൻ തുടങ്ങുകയാ. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഇവള് തയ്യാറായില്ല. എന്റെ വാഗ്ദത്തത്തെ ശവക്കോട്ടയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കുകയല്ല. എന്റെ വാഗ്ദത്തത്തെ ഞാൻ ശവപ്പറമ്പിന് വിട്ടുകൊടുക്കത്തില്ല. എന്റെ വാഗ്ദത്തത്തെ ഞാൻ വലിച്ചെറിയല്ല. എത്ര പേര് പറയും ദൈവം തന്ന വാഗ്ദത്തത്തെ 2020 എത്രയോ പ്രാർത്ഥനാ വിഷയങ്ങൾ നീ വലിച്ചെറിഞ്ഞു. ഹലോ, 2020 എത്രയോ വാഗ്ദത്തങ്ങൾ ഇനി നടക്കുകയല്ലെന്ന് പറഞ്ഞ് നീ പിന്നിൽ തള്ളി. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുക, വലിച്ചെറിഞ്ഞ വാഗ്ദത്തങ്ങളെ മുഴുവൻ ഒരു മാളിക മുറി ഉണ്ടാക്കി മാളിക മുറിക്കകത്തോട്ട് നീ കയറ്റി വെക്കാമെങ്കിൽ അതിനെ ജീവിപ്പിച്ച് പുറത്തെടുക്കാൻ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി യേശുവിന് ആരാധന കൊടുക്കുക. ആമേൻ. കൊടുത്ത് മാളിക മുറിയിൽ ഈ കുഞ്ഞിനെ എടുത്ത് ഇവളൊരു റിസറക്ഷൻ സർവീസിന് തയ്യാറായി. ഫ്യൂണറൽ സർവീസ് അല്ല, റിസറക്ഷൻ സർവീസ്. ഇവൾ ആ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി മാളിക മുറിയിൽ അവൻ ദൈവപുരുഷന്റെ കട്ടിലിൽ കടത്തി. 5 മിനിറ്റ് വേഗത്തിൽ നിർത്താട്ടോ. അവൻ മാളിക മുറിയിൽ ദൈവപുരുഷന്റെ കട്ടിലിൽ കടത്തി. സരിപാസ്റ്ററെ, ഇവക്ക് വേറെ മുറിയില്ലാഞ്ഞിട്ടല്ല. ഇവക്ക് ഒത്തിരി മുറികളുണ്ട്, ധനികയായ വീടുണ്ട്. പക്ഷെ ഇവക്കൊരു കാര്യം മനസ്സിലായി, തിരിച്ചു പിടിക്കണമെങ്കിൽ മാളിക മുറി കിടത്തണം. ഈ ദൂതൊക്കെ ഒത്തിരി അർത്ഥമുണ്ട് കേട്ടോ. നിന്റെ വാഗ്ദത്തത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ നീ മാളിക മുറിക്കകത്ത് കിടത്തണം. നീ പ്രാർത്ഥനാ മുറിക്കകത്ത് കിടക്കണം. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന മുറിക്കകത്ത് കിടത്തണം. ദൈവ പുരുഷന്റെ കട്ടിലിൽ കൊണ്ടു കിടത്തിയിട്ട് മാളിക മുറിയുടെ വാതിലടച്ചു. ശ്രദ്ധിക്കേ, ഇവള് പുറത്തിറങ്ങി. ശ്രദ്ധിക്കേ, എന്താ ചുവരുള്ള മാളിക മുറിയുടെ പ്രത്യേകത പറയാം കേട്ടോ. ചുവരുള്ള മാളിക മുറിയുടെ പ്രത്യേകത പറയാം. ഇവള് വാതിലടച്ചു. അകത്ത് നടന്ന് മരണം, പുറത്തൊരു മനുഷ്യൻ അറിഞ്ഞില്ല. ഇത് ഒത്തിരി ആത്മീയാർത്ഥമുള്ള ദൂത ഞാൻ ഈ പറയണേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. അകത്തു നടന്ന മരണം സനുപാസ്റ്ററെ സ്വന്തം ഭർത്താവ് പോലും അറിഞ്ഞില്ലെന്ന്. ഒരു ചുവരുള്ള മാളിക മുറി നിനക്കുണ്ടെങ്കിൽ നിന്റെ അകത്ത വിഷയങ്ങളെ ഈ മാളിക മുറി മറച്ചു പിടിക്കും. നിന്റെ വീട്ടിനകത്ത വിഷയത്തെ
നിന്റെ വീട്ടിനകത്ത് നിശ്ചലമായി പോയ വിഷയത്തെ ഈ മാളിക മുറി അതിനെ മറച്ചു പിടിക്കും. നിന്റെ വീട്ടിനകത്ത് വരുന്ന നാറ്റത്തെ ഈ മാളിക മുറി പുറത്തോട്ട് വിടത്തില്ല, ഇതിനെ മറച്ചു പിടിക്കും. ഒരു പ്രാർത്ഥനാമുറി നിനക്കുണ്ടെങ്കിൽ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ഒരു നാളും ലജ്ജിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. മാളിക മുറി നിന്റെ പരാജയങ്ങളെ ഒതുക്കി നിർത്തും. ഹല്ലേലൂയ. എന്നിട്ട് ജയത്തോടെ നിന്നെ പുറത്തിറക്കും. ഇവള് ഭർത്താവിന്റെ അടുക്ക് ഓടി വന്നിട്ട് പറയുന്ന ഒരു കാര്യം, അച്ഛാ എനിക്ക് പ്രവാചകന്റെ അടുക്ക് വരെ പോകണം, ബാല്യക്കാരെ വിട്ടുതരണം, കഴുതയെ വിട്ടുതരണം. അപ്പൊ അച്ഛൻ പറയുന്ന ഒരു കാര്യം, ഇന്ന് അമാവാസി അല്ലല്ലോ മോളെ, ശബത്തല്ലല്ലോ മോളെ, പിന്നെ എന്തിനാ പോകുന്നത്? ഇവള് പറയുന്ന ഒരു കാര്യം, വേണ്ടതില്ല. അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്, ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്. അതിന്റെ അർത്ഥം സ്തോത്രം, ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്. എന്നെ ഒന്ന് പോകാൻ അനുവദിക്കും, ഇത് നന്മയ്ക്കായി മാറും, ഇത് നന്മയ്ക്കായി മാറും. ശ്രദ്ധിക്കണം, ഇവള് കാർമേൽ എന്ന മലയുടെ മുകളിലോട്ട് ചെല്ലുക. കർമ്മേൽ എന്ന മലയുടെ മുകളിൽ ചെന്ന് ഗേഹസി വരുന്ന കാര്യം, ഗേഹസി സംസാരിക്കുന്ന കാര്യം ഒത്തിരിയൊക്കെ ഉണ്ട്. ആ ഭാഗമല്ല ഞാൻ അവസാനിപ്പിക്കുക. ഇവൾ ഓടിച്ചെന്ന് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഏലീശയുടെ കാലിലോട്ട് കയറി പിടിക്കും, ഏലീശയുടെ കാൽക്കൽ പിടിക്കും, ഏലീശയുടെ കാൽക്കൽ പിടിക്കും. ആംപ്ലിഫൈഡ് വേർഷനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, she threw herself into the feet of Elisha. അതിനർത്ഥം അവളെ തന്നെ എറിഞ്ഞു കൊടുത്തു ഏലീശയുടെ പാദത്തോട്. ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിൽ, ഈ 2021 പ്രഭാത നിമിഷങ്ങളിൽ ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറട്ടെ. നിന്നെ തന്നെ ഒന്ന് എറിഞ്ഞു കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ നിശ്ചലമായി പോയ നിന്റെ വാഗ്ദത്തങ്ങൾ ജീവൻ പ്രാപിച്ച് പുറത്തു വരാൻ പോവുകയാ. ആമേൻ. ഗേഹസി ഓടി വന്നു, അവൻ വടിവെച്ചു, കൊച്ചെഴുന്നേച്ചില്ല. ഏലീശ ദയാ വീട്ടിനകത്തോട്ട് ഓടി വന്ന് സ്തോത്രം ബാലന്റെ മേൽ കവിണ്ണ് കിടന്ന്, മാളിക മുറിയുടെ വാതിൽ തുറന്ന് അവൻ അകത്ത് കയറി ബാലന്റെ മേൽ കവിണ്ണ് കിടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബാലന്റെ മേൽ കവിണ്ണ് കിടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് വീണ്ടും കവിണ്ണ് കിടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബാലൻ 7 പ്രാവശ്യം തുമ്മി എഴുന്നേറ്റു. ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. സനുപാസ്റ്ററെ, ഇനി ഒരിക്കലും തുറക്കുകയല്ലെന്നും പറഞ്ഞ് അടച്ച കണ്ണ്, ഇനി ഒരിക്കലും തുറക്കുകയല്ലെന്നും പറഞ്ഞ് അടച്ച കണ്ണ് മാളിക മുറിയിലെ പ്രാർത്ഥനയിൽ ചിമ്മി തുറന്നു വന്നു. ജാക്സൺ ബ്രദറെ, ഇനി ഒരിക്കലും ശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞ മൂക്കിലൂടെ അവൻ 7 പ്രാവശ്യം തുമ്മി അവൻ എഴുന്നേറ്റ് വന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറ. നിന്റെ മാളിക മുറി നിശ്ചലമായതിനെ തിരിച്ചു പിടിക്കും, നിന്റെ പ്രാർത്ഥനാ മുറി ചലനമറ്റതിനെ തിരിച്ചു പിടിക്കും. 2021 ദൈവസഭയ്ക്ക് ഞാൻ ദൂത് കൈമാറുന്നു. സനുപാസ്റ്റർ, നിങ്ങൾക്ക് ഞാൻ ദൂത് കൈമാറുന്നു. ദൈവസഭയിലെ കുടുംബങ്ങളെ, നിങ്ങൾക്ക് ഞാൻ ദൂത് കൈമാറുന്നു. നിന്റെ നിശ്ചലമായി പോയ വാഗ്ദത്തങ്ങളെ തിരിച്ചു പിടിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നീ മാളിക മുറിക്കകത്ത് കയറ്, നീ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറ്, നീ മുഴങ്കാല് മടക്ക്. ഇനി ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞത്, ഇനി ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞത് നിന്റെ പ്രാർത്ഥനയിൽ തുറക്കുകയാണ്. വിശ്വസിക്കുന്നവർ അല്പസമയം ആ കരങ്ങളെ ഒന്നടിച്ച് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ വിട്ടുകൊടുക്കുക. നിങ്ങളുടെ ശരീരങ്ങളെ വിട്ടുകൊടുത്തുന്ന ആരാധിക്ക്. ഈ 2021 ഈ പ്രാരംഭ നിമിഷങ്ങളിൽ ആ ദൂതിനെ നിങ്ങളൊന്ന് സ്വീകരിച്ച്, നിങ്ങളുടെ കുടുംബങ്ങളിൽ ആ ദൂതിനെ സ്വീകരിക്കുക, നിങ്ങളുടെ തലമുറകളിൽ ആ ദൂതിനെ സ്വീകരിക്കുക. നഷ്ടപ്പെട്ടു പോയ സകല വാഗ്ദത്തങ്ങളും യേശുവിന്റെ നാമത്തിൽ നിന്റെ മാളിക മുറിയിൽ തിരിച്ചു പിടിക്കുക, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ തിരിച്ചു പിടിക്കുക. Return to me. നിങ്ങൾക്കത് മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കത് മടങ്ങി വരട്ടെ, നിങ്ങൾക്കത് തിരികെ കിട്ടട്ടെ. ശാബാന ഹാർത്തന അടക ജനധര ഘടകതല ആർത്തുന ഘടക ശമനധര ഘടകതല യേശുവിന്റെ നാമത്തിൽ ഇവള് മാളിക മുറിക്കകത്ത് തിരിച്ചു പിടിച്ചു. ഏലീശ പ്രാർത്ഥിച്ചുടനെ കൊച്ച് കണ്ണ് ചിമ്മി തുറന്ന് എഴുന്നേറ്റ് വന്നു. ഒരു മാളിക മുറി നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, ഒരു പ്രാർത്ഥനാ മുറി നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടതിനെ നീ തിരിച്ചു പിടിക്കാൻ പോവാ. ആ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ബിൽഡ് ആൻ അപ്പർ റൂം. ഒരു മാളിക മുറി നീ പണിതെടുക്കുക. ബിൽഡ് ആൻ അപ്പർ റൂം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ഈ 30 പാർട്ടിസിപ്പൻസിനോട് ഞാൻ പറയുന്നു, 2021 നിനക്ക് വേണ്ടത് ഒരു മാളിക മുറിയാണ്. പിതാവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിറഞ്ഞ മനസ്സോടെ, എന്നിൽ അങ്ങ് കൽപ്പിച്ചിരിക്കുന്ന അധികാരത്തോടെ, അഭിഷേകത്തോടെ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ടതിനെ, 2020 നഷ്ടപ്പെട്ടതിനെ, 2019 നഷ്ടപ്പെട്ടതിനെ, കഴിഞ്ഞ കാലയളവുകളിൽ ഇവരുടെ കരത്തിൽ നഷ്ടപ്പെട്ട ചില നന്മകളെ, നിശ്ചലമായി പോയ ചില വാക്തത്വങ്ങളെ തിരിച്ചു പിടിക്കാൻ ഒരു മാളിക മുറിയുടെ അനുഭവം, ഒരു പ്രാർത്ഥനാമുറിയുടെ അന്തരീക്ഷം 2021 ഇവരുടെ വീടുകളിൽ വെളിപ്പെട്ടു വരട്ടെ. നസറേന യേശുവിന്റെ നാമത്തിൽ തങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന സകല ഇരുളിന്റെ വ്യാപാരങ്ങളെയും
ഭവനാന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്ന സകല പൈശാചിക മുഖങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ശാസിക്കുന്നു. ദൈവിക വിടുതലുകൾ നസറേനായ യേശുവിൻ നാമത്തിൽ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. IPC ഡബ്ലിനെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവർ തിരിച്ചു പിടിക്കട്ടെ. നഷ്ടപ്പെട്ട സകലതിനെയും ഇവർ തിരിച്ചു പിടിക്കട്ടെ. സനു കുടുംബം ആമേൻ സകല ദൈവ മക്കളെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. 2021 അപ്പനെ ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. താങ്ക് യു സോ മച്ച്. എന്നെ ക്ഷണിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. സലിപാസ്റ്ററെ ഞാൻ കുറച്ച് സമയങ്ങൾ അധികത്തിൽ എടുത്തു എന്ന് എനിക്ക് നന്നായി അറിയാം. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ആമേൻ. നമുക്ക് വീണ്ടും കാണാം. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജിൻസി, എബി, ആമേൻ, സാജൻ കുടുംബം എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഗോഡ് ബി വിത്ത് യു ആൾ. ആമേൻ. 2021 ഒരു അനുഗ്രഹത്തിന്റെ വർഷമാകട്ടെ. താങ്ക് യു സോ മച്ച്. ആമേൻ. ഷാലോം. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സമയം വൈകിയെന്ന് അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ശുശ്രൂഷ ഹല്ലേലൂയ നിർത്താം ഇവിടെ.